صلاة وصيام وكذلك فرح وسرور والمتدين من تلقاه مبتسما حلوا كالنور. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ ജുസ്ഇനെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ജുസ്ഇൽ 3 അധ്യായങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. സൂറ അൻ-നംൽ 27-ാമത്തെ അധ്യായം, സൂറ അൽ ഖസസ് 28-ാമത്തെ അധ്യായം, സൂറ അൽ അൻകബൂത്ത് 29-ാമത്തെ അധ്യായം. ഈ 3 അധ്യായങ്ങളിൽ നിന്ന് മൊത്തം 171 ആയത്തുകളാണ് 20-ാമത്തെ ജുസ്ഇൽ ഉള്ളത്. അൻ-നംലിൽ നിന്ന് 38 ആയത്തുകൾ, അതായത് 56 മുതൽക്കുള്ള ആയത്തുകളാണ്. സൂറ അൽ ഖസസിൽ നിന്ന് മുഴുവൻ ആയത്തുകളും 88 ആയത്തുകൾ. സൂറ അൽ അൻകബൂത്തിൽ നിന്ന് ആദ്യത്തെ 45 ആയത്തുകൾ. മൊത്തം 171 ആയത്തുകളാണ് ഈ ജുസ്ഇൽ ഉൾക്കൊള്ളുന്നത്. 3 സൂറകളും മക്കയിൽ അവതരിക്കപ്പെട്ട സൂറകളാണ്. ഇതിലെ പ്രതിപാദ്യ വിഷയങ്ങളെ വളരെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുകയാണ്. ഈ ജുസ്ഇൻ്റെ തുടക്കത്തിൽ തന്നെ അവതരിപ്പിക്കപ്പെടുന്ന വിഷയം സ്വവർഗരതി എന്ന, ഹോമോസെക്ഷുവാലിറ്റി എന്ന ഒരു തിന്മ യഥേഷ്ടം ചെയ്തു വരുന്ന ഒരു സമൂഹത്തിൻ്റെ, ആ സമൂഹത്തിന് എന്ത് സംഭവിച്ചു എന്ന ചരിത്രമാണ് ആദ്യമായിട്ട് വിശദീകരിക്കുന്നത്. 59 മുതൽ 66 വരെയുള്ള വചനങ്ങളിൽ എന്തുകൊണ്ട് തൗഹീദ്, ഏകദൈവ വിശ്വാസം എന്ന കാര്യം വളരെ യുക്തിസഹമായിട്ട് അള്ളാഹു വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ആരാണ് ഉത്തമൻ, അള്ളാഹുവോ അതോ അവർ പടച്ചുണ്ടാക്കിയ ദൈവങ്ങളോ എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ വേണ്ടി അള്ളാഹു അവൻ്റെ സൃഷ്ടി മഹാത്മ്യത്തെ ഇവിടെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. 11 കാര്യങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചുണ്ടാക്കി എന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു, മഴ വർഷിപ്പിച്ചു, ഭൂമിയെ വാസയോഗ്യമാക്കി മാറ്റി, നദികളുണ്ടാക്കി, പർവ്വതങ്ങളെ സൃഷ്ടിച്ചു, 2 ജലാശയങ്ങൾക്കിടയിൽ ഒരു തടസ്സം സൃഷ്ടിച്ചു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു, കടലിലെയും കരയിലെയും അന്ധകാരങ്ങളിൽ വഴി കാണിക്കുന്നു, കാറ്റുകളെ അയക്കുന്നു, സൃഷ്ടി ആരംഭിക്കുകയും അത് ആവർത്തിക്കുകയും ചെയ്യുന്നു, അദൃശ്യം അറിയുന്നു എന്നിങ്ങനെ 11ഓളം കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ടാണ് ഈ സൃഷ്ടികർമ്മം നിർവഹിച്ചത് മുഴുവൻ അള്ളാഹുവാണ്, ഈ പറയപ്പെട്ട ദൈവങ്ങളൊന്നും അല്ല എന്ന് യുക്തിസഹമായിട്ട് ഏകദൈവ ദൃഷ്ടാന്തത്തെ, ദർശനത്തെ അള്ളാഹു സ്ഥാപിക്കുന്നത്. ഇതിനെല്ലാം ശേഷം അള്ളാഹു 5 പ്രാവശ്യം ഒരു ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. അ ഇലാഹുമ്മ അല്ലാ, അള്ളാഹുവോടൊപ്പം വേറെ ദൈവങ്ങളുണ്ടോ എന്ന് ഈ ഭാഗത്ത് 5 പ്രാവശ്യം ആവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം അള്ളാഹുവിന് പുറമെയുള്ള ഇലാഹുകൾ എന്ന് പറയപ്പെടുന്ന വിഗ്രഹങ്ങൾ, ആളുകൾ, അവർ എന്തുകൊണ്ട് ആരാധനക്കർഹരല്ല എന്ന വിഷയവും വളരെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നുണ്ട്. 67 തൊട്ട് 71-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗത്ത് സത്യനിഷേധികളുടെ വാദങ്ങളെ അള്ളാഹു തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു പ്രതിപക്ഷ മര്യാദ എന്നുള്ള നിലക്ക് അവർക്കെന്താണ് പറയാനുള്ളത് എന്നത് അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിക്കുകയും ശേഷം അതിന് മറുപടി പറയുകയും ചെയ്യുന്ന ഒരു ശൈലി നമുക്ക് കാണാൻ സാധിക്കും. സത്യനിഷേധികളുടെ വാദങ്ങളെ ഇങ്ങനെ സംഗ്രഹിക്കാം. അവർ പറയുന്നത്, മണ്ണായിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പുനർജനിക്കുക എന്ന വാദമാണ് അവരുന്നയിക്കുന്നത്. രണ്ടാമതായിട്ട്, ഞങ്ങളുടെ പിതാക്കളോടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു, എന്നാൽ ഇതുവരെ അവർ അത് സംഭവിച്ചിട്ടില്ല എന്ന അർത്ഥത്തിലാണ് അവർ ആ വാദം ഉന്നയിക്കുന്നത്. 3, എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന ചോദ്യം, സമയവും ഡേറ്റുമൊക്കെ ചോദിച്ചുകൊണ്ട് പ്രവാചകന്മാരെ പരിഹസിക്കുന്ന ഒരു ശൈലിയായിരിക്കാം അത്. 80 തൊട്ട് 81 വരെയുള്ള സൂറത്തുൻ നംലിലെ വചനങ്ങൾ
ഉപദേശം കൊണ്ട് നന്നാവാത്തവരുടെ രണ്ട് പ്രത്യേകതകൾ കാണാൻ സാധിക്കും. രണ്ട് പ്രത്യേകതകൾ. ഒന്ന്, അവർ ബധിരന്മാരാണ് എന്ന് പറയുന്നു, സുമ്മ് എന്നുള്ള പ്രയോഗം. രണ്ട്, അവർ അന്ധന്മാരാകുന്നു എന്ന പ്രയോഗം, അമ്യു എന്നുള്ള പ്രയോഗം. എന്നാൽ ഈ രണ്ട് പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത് രണ്ടും ശാരീരിക ന്യൂനതകളല്ല, മറിച്ച് രണ്ട് നിലപാടുകളാണ്. ബധിരന്മാർ എന്നതുകൊണ്ട് കേൾക്കാൻ തയ്യാറാവാത്തവർ എന്നും അന്ധന്മാർ എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നവർ എന്നുമാണ് ഉദ്ദേശിക്കുന്നത്. 82 മുതലുള്ള ആയത്തുകളിൽ, സൂറത്തുൻ നംലിലെ 82 മുതലുള്ള വചനങ്ങളിൽ അന്ത്യനാളിൻ്റെ ഭയാനകത വിവരിക്കുന്നുണ്ട്. അതിൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നു. ഒന്ന്, ഭൂമിയിൽ നിന്ന് ഒരു ജീവിയെ പുറത്തു കൊണ്ടുവരും എന്ന്. രണ്ട്, പർവ്വതങ്ങൾ സഞ്ചരിക്കപ്പെടും എന്ന്. സൂറത്തുൽ ഖസസ് 1 തൊട്ട് 40 വരെയുള്ള വചനങ്ങളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം മൂസാ നബി അലൈഹി വസ്സലാമയുടെ സമഗ്രമായ ചരിത്രം വിശദീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മൂസാ നബി അലൈഹി വസ്സലാം ജനിച്ച ആ ഒരു കാലഘട്ടം തൊട്ട്, ജനന ചരിത്രം തൊട്ട്, ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ വളരുന്നത്, മദിയനിലേക്കുള്ള പലായനം, പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനത്തിനെതിരെയുള്ള മൂസാ നബി അലൈഹി വസ്സലാമയുടെ പോരാട്ടം, അദ്ദേഹത്തിൻ്റെ വിവാഹം, പ്രവാചകത്വ ലബ്ധി, ഈജിപ്തിലേക്കുള്ള മടക്കം തുടങ്ങി ഫിർഔൻ എന്ന സ്വേച്ഛാധിപതി മുക്കി നശിപ്പിക്കപ്പെടുന്നവരെയുള്ള സമഗ്രമായ ചരിത്രം വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. ആ ഒരു ചരിത്രത്തിലൂടെ അള്ളാഹു മതപ്രബോധനത്തിൻ്റെ രീതിശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. മൂസാ നബി അലൈഹി വസ്സലാമക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമക്കും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചപ്പോൾ സത്യനിഷേധികളുടെ സമീപനം എന്തായിരുന്നു എന്ന് 41 തൊട്ട് 58 വരെയുള്ള വചനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. 3 വാദങ്ങളാണ് വേദഗ്രന്ഥങ്ങളെ നിഷേധിക്കാൻ അവരുന്നയിച്ചത് എന്ന് കാണാൻ സാധിക്കും. ഒന്ന്, സിഹിർ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സമൂഹവും, മൂസാ നബി അലൈഹി വസ്സലാമയുടെ സമൂഹവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമയുടെ സമൂഹവും അവർക്കിറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെ, അമാനുഷിക ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. രണ്ട്, ചിലർക്കെങ്കിലും പേടിയായിരുന്നു എന്നാണ്. നാട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കപ്പെടുമോ എന്ന പേടിയാണ്, ഭയമാണ് വേദഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയും തള്ളിക്കളയാൻ പ്രേരിപ്പിച്ചത് എന്ന് ഖുർആൻ അവതരിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് പറയുന്നത് അഹങ്കാരമാണ്. അഹങ്കാര നിമിത്തവും ചിലർ സത്യത്തെ നിഷേധിച്ചു എന്ന്. ശേഷം സത്യവിശ്വാസികളുടെ 4 പ്രത്യേകതകൾ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട് ഈ ഭാഗത്ത്, സൂറ അൽ ഖസസിൽ. ഒന്ന്, അവർ ക്ഷമാലുക്കളാണ് എന്ന്. രണ്ട്, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുന്നവരാകുന്നു സത്യവിശ്വാസികൾ എന്ന്. 3, അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് അവർ. 4, അനാവശ്യ വാക്കുകൾ കേട്ടാൽ തിരിഞ്ഞു കളയുന്നവരാകുന്നു സത്യവിശ്വാസികൾ എന്നീ 4 പ്രത്യേകതകൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ശേഷം 62 തൊട്ട് 65 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെട്ടവർ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അതിനെ ശുറക്ക, നിങ്ങളുടെ പങ്കുകാർ എവിടെയെന്ന് വിളിക്കപ്പെടുമെന്നാണ്. ആ സമയത്ത് ആ പങ്കുകാർ തങ്ങളെ ആരാധിച്ചിരുന്നവരെ തള്ളിക്കളയും എന്ന് ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നു. 76 തൊട്ട് 82 വരെയുള്ള ഭാഗത്ത് അഹങ്കാരികളുടെ പര്യവസാനം എങ്ങനെയായിരിക്കും എന്ന് പ്രത്യേകം പറയുന്നു. അതിൽ ഖാറൂനിൻ്റെ ചരിത്രം അള്ളാഹു ഉദാഹരണമായിട്ട് എടുത്തുദ്ധരിക്കുന്നു. ആ ചരിത്രത്തിൽ ഖാറൂൻ മൂസയുടെ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു എന്ന് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ഖാറൂനിൻ്റെ പേരിൽ ജനങ്ങൾ 2 തട്ടിലായ ചരിത്രവും, ഖാറൂൻ നശിപ്പിക്കപ്പെട്ടപ്പോൾ ഖാറൂനിനെ പിന്തുണച്ചിരുന്ന വിഭാഗം ദുഃഖിതരായി മാറി ഖേദം പ്രകടിപ്പിച്ചു എന്നും പ്രത്യേകം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. സൂറ അൽ അൻകബൂത്ത് ഈ അധ്യായത്തിൽ 2 തെറ്റായ ചിന്തകളെ വിശുദ്ധ ഖുർആൻ തിരുത്തുന്നുണ്ട്. സത്യനിഷേധികൾക്കുണ്ടാകാൻ സാധ്യതയുള്ള അവർക്കുള്ള 2 തെറ്റായ ധാരണകളെ. ഒന്ന്, വിശ്വസിച്ചു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അള്ളാഹു ഞങ്ങളെ പരീക്ഷിക്കുകയില്ല എന്ന ധാരണ. 2, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാം എന്ന തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിന്ത. ഈ 2 ചിന്തകളെ അള്ളാഹു തിരുത്തുന്നുണ്ട്.
ജിഹാദിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. മാതാപിതാക്കളുള്ള അനുസരണം അള്ളാഹുവിനെ മറന്നുകൊണ്ടാവരുത് എന്ന് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ശേഷം വിവിധ പ്രവാചകന്മാരുടെ പ്രബോധന ചരിത്രത്തെ വളരെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നു. നൂഹ് നബി അലൈഹി വസ്സലാം വിഗ്രഹാരാധനയ്ക്കെതിരെ നടത്തിയ പ്രബോധന ചരിത്രം, ഇബ്രാഹിം അലൈഹി വസ്സലാമയുടെ വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ള പ്രബോധന ചരിത്രം, ലൂത്ത് നബി അലൈഹി വസ്സലാമയുടെ സ്വർഗരതിക്കെതിരായ പ്രബോധന ചരിത്രം, ശേഷം ഇസ്ഹാഖ്, യഅഖൂബ്, ഷുഐബ് നബി അലൈഹി വസ്സലാം എന്നിവരുടെയൊക്കെ ചരിത്രം വളരെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നു. സന്മാർഗ ദർശനം നൽകാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ, പ്രവാചകന്മാർക്ക് പോലും കഴിയില്ല എന്ന് പതിറ്റാണ്ടുകൾ നീണ്ട നൂഹ് നബി അലൈഹി വസ്സലാമയുടെ പ്രബോധന ചരിത്രത്തിലൂടെയും ബാക്കിയുള്ള പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെയും അള്ളാഹു ബോധ്യപ്പെടുത്തുന്നു. പൂർവ്വ സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടതിൻ്റെ കാരണക്കാർ അവർ തന്നെയാണ്, അള്ളാഹു അല്ല എന്ന് പ്രത്യേകം പരാമർശിക്കുന്നു. ശേഷം ഇവരെയൊക്കെ വഴിതെറ്റിച്ച, സത്യമാർഗത്തിൽ നിന്ന് അവരെ അകറ്റി നിർത്തിയ ശക്തി പിശാജ്, ആ പിശാജിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയെന്ന് വിശദീകരിക്കുന്നു. തിന്മകളെ ഭംഗിയായി തോന്നിപ്പിച്ചുകൊണ്ടാണ് ആ രീതി. ആദ് സമൂദ് സമുദായങ്ങൾക്ക് പിശാജ് തിന്മകളെ ഭംഗിയായി തോന്നിച്ചു എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഈ ജുസ്ഇൻ്റെ അവസാന ഭാഗം നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ചാണ്. തുടക്കം മുതൽ അവസാനം വരെയുള്ള ചരിത്രത്തെ നമ്മൾ സംക്ഷിപ്തമായി അവതരിപ്പിക്കുമ്പോൾ, പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് പോരാട്ടം നന്മയും തിന്മയും തമ്മിൽ. നന്മയുടെ പക്ഷത്ത് അള്ളാഹു ഉണ്ട്, മറുപക്ഷത്ത് അള്ളാഹുവിന് പകരമായി നിർമ്മിക്കപ്പെട്ട തെറ്റായ ദൈവങ്ങളുണ്ട്, ഫാൾസ് ഗോഡ്സ് ഉണ്ട്. നന്മയുടെ പക്ഷത്ത് പ്രവാചകന്മാരുണ്ട്, അതിൻ്റെ എതിർപക്ഷത്ത് ഖാറൂനിനെ പോലെ ഫിർഔനെ പോലെ ചില പ്രമാണിമാരുണ്ട്. നന്മയുടെ പക്ഷത്ത് വേദങ്ങളുണ്ട്, അമാനുഷിക ദൃഷ്ടാന്തങ്ങളുണ്ട്. തിന്മയുടെ പക്ഷത്ത് സിഹറും സാഹിറുകളുമുണ്ട്. നന്മയുടെ പക്ഷത്ത് സത്യവിശ്വാസികളുണ്ട്, തിന്മയുടെ പക്ഷത്ത് സത്യനിഷേധികളുണ്ട്. നന്മയുടെ പക്ഷത്ത് ഉള്ളവരുണ്ട്, വിനയമുണ്ട്. തിന്മയുടെ പക്ഷത്ത് അഹങ്കാരമുണ്ട്. നന്മയുടെ പക്ഷത്ത് വിവാഹമുണ്ട്, ഇണജീവിതമുണ്ട്. തിന്മയുടെ പക്ഷത്ത് വ്യഭിചാരമുണ്ട്, സ്വർഗരതിയുണ്ട്. ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ, ഈ ജുസ്ഇൻ്റെ ആരംഭത്തിൽ ഹോമോസെക്ഷുവാലിറ്റി, സ്വർഗരതി എന്ന നീച വൃത്തിയെക്കുറിച്ച്, നീചകൃത്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ അവസാനിക്കുന്നത് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്ന് അവതരിപ്പിച്ചുകൊണ്ടാണ്. അത് നമസ്കാരമാണ്, അള്ളാഹുവെ ഓർമ്മിക്കുകയാണ് ഏറ്റവും നല്ല മാർഗം. വഅഖിമിസ്സലാത്ത് ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിധിവിശ്വാസം എന്ന വിഷയം ഈ ജുസ്ഇൽ ദീർഘമല്ലെങ്കിലും ശരി അല്പം പരാമർശിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത്. വിധിവിശ്വാസത്തിലെ രണ്ട് ഭാഗങ്ങൾ മാത്രമാണ് എൻ്റെ ഈ അവതരണത്തിൽ ഉള്ളത്. ഒന്ന്, മനുഷ്യന് നന്മയുടെ വഴിയിലും തിന്മയുടെ വഴിയിലും സഞ്ചരിക്കുമ്പോൾ അള്ളാഹു നേരത്തെ തീരുമാനിച്ചതാണോ അല്ലയോ? അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ എങ്ങനെ രക്ഷാശിക്ഷകൾ നൽകുക എന്ന പൊതുവിൽ ആരോപണങ്ങളും സംശയങ്ങളും വരുന്ന ഒരു മേഖല. രണ്ടാമത്തേത്, നന്മയും തിന്മയും അള്ളാഹുവിങ്കിൽ നിന്നാണ് എന്ന പ്രയോഗം മതപരമായി 100% ശരിയാണോ തെറ്റാണോ? ഈ രണ്ട് വിഷയമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ പ്രവാചക തിരുചര്യയിൽ വളരെ ലളിതമായി അവതരിപ്പിച്ചിട്ടുള്ള വിശ്വാസ കാര്യമാണ് വിധിവിശ്വാസം.
ചെറിയ ഒരു യുക്തിയും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും ഉണ്ടെങ്കിൽ വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയുന്ന ഒന്നാണത്. കാരണം അത് വിശ്വാസത്തിലെ 6ാമത്തെ സ്തംഭമാണ്. വിശ്വാസ കാര്യങ്ങൾ കെട്ടിക്കുടുക്കുള്ളതാകാൻ പാടില്ല. ഏതൊരു സാധാരണക്കാരനും അയജ്ഞ ലളിതമായി മനസ്സിലാക്കേണ്ട ഒന്നാണ് വിധിവിശ്വാസം. വിശുദ്ധ ഖുർആനിൽ നേർക്കുനേരെ വിധിവിശ്വാസത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. അഥവാ യുഅ്മിനു ബിൽ ഖദർ എന്ന് പറയുന്ന ഒരു ഭാഗം വിശുദ്ധ ഖുർആനിൽ നേർക്കുനേരെ പരാമർശിക്കുന്നില്ല. അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരാണ് അള്ളാഹു, അള്ളാഹുവിൻ്റെ അസ്തിത്വം എന്ത്, അറിവെന്ത്, തീരുമാനമെന്ത്, ഉദ്ദേശമെന്ത് എന്ന് തുടങ്ങിയ അള്ളാഹുവിലേക്ക് ചേർത്തു പറയുന്ന വിഷയങ്ങളിൽ അറിവുള്ളവർക്കാണ്, വിശ്വാസമുള്ളവർക്കാണ് ഒന്നുകൂടി സുവ്യക്തമായി ആ കാര്യത്തെ ബോധ്യപ്പെടുക. അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ സംശയമുണ്ടാവുക എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. ഇല്ലാത്ത ഒരു കാര്യത്തിന് ഭംഗിയുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം ചോദിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. കാരണം അവനത് അംഗീകരിക്കുന്നില്ല. ആറാം സ്തംഭമായ ഈ വിശ്വാസത്തെക്കുറിച്ച് പ്രവാചകന്റെ തിരുചര്യയിലാണ് പരാമർശിക്കുന്നത്. ബിൽ ഖദരി ഖൈരിഹി വശർരിഹി എന്ന് പറയുന്ന പരാമർശം ഹദീസിലാണ് വരുന്നത്. ഹദീസുകൾ നേർക്കുനേരെ പരിശോധിച്ചാൽ 227 ഹദീസുകളാണ് സ്വഹീഹായി വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അതിൽ 72 ഹദീസുകൾ വിധിവിശ്വാസത്തിന്റെ അനിവാര്യതയെ ബോധ്യപ്പെടുത്തുകയാണ്. ആരാണോ വിധിവിശ്വാസം നിഷേധിക്കുന്നത് അത് ഏറ്റവും വലിയ അപരാധമായിട്ടാണ് മതം പരിഗണിക്കുന്നത്. ഇസ്ലാമിലെ 6ാമത്തെ സ്തംഭമായ വിധിവിശ്വാസത്തെ നിഷേധിക്കുന്നത് ഏറ്റവും വലിയ അപരാധമാണ്. വിധിവിശ്വാസം 2 പദങ്ങളുമായി കണക്ട് ചെയ്യുന്നതാണ്, ബന്ധപ്പെടുന്നതാണ്. ഒന്ന് ഖലാ, 2 ഖദർ. അൽ ഖലാ അൽ ഖദർ എന്ന് നമ്മൾ പൊതുവിൽ അത് പറയാറുണ്ട്. എന്താണ് ഖലാഉം ഖദറും? ഖലാ ഖദർ എന്നൊക്കെ ഒരു വേള ഒരുമിച്ച് ഉപയോഗിക്കാറും ഉണ്ട്. അതിൻ്റെ ഭാഷാപരമായ രീതിയെയോ മതപരമായ സാധുതയെയോ ഇപ്പൊ വിശകലനം ചെയ്യുന്നില്ല. എന്നാൽ ഖലാ എന്ന് പറയുന്നത് ആദ്യം ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അതിനെയാണ് ഖലാ എന്ന് പറയുന്നത്. ആ തീരുമാനത്തിന്റെ നിർവഹണ തലമാണ് ഖദർ എന്നുപയോഗിക്കുന്നത്. എൻ്റെ സംസാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളും എൻ്റെ കൂടെയുണ്ടെങ്കിൽ മാത്രമാണ് ചില കാര്യങ്ങൾ വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. ഇടക്ക് വെച്ച് നമ്മളുടെ ശ്രദ്ധ മുറിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു സംശയങ്ങൾ തോന്നിയേക്കാം. ഇബ്നു ഹജറുൽ അസ്ഖലാനി ഈ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഖലാ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഇൽമ് അസലി ആണ്. എല്ലാ വസ്തുക്കളെയും അതെങ്ങനെ സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഭാഗമാണ് അതിലുള്ളത്. എന്നാൽ ഖലാ എന്നത് അങ്ങനെയാണെങ്കിൽ, അഥവാ ഹുവൽ ഹുക്മുൽ കുല്ലി അൽ ഇജ്മാലി അല്ലദീ കാന ഫിൽ അസൽ വൽ ഖദർ ഹുവ അൽ ജുസ്ഇയ്യാത്ത് വത്തഫ്സീലാത്ത് വവുഖൂഇഹാ അലാ സബീലി തഫ്സീൽ എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ ഖലാ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനം ആദ്യമുണ്ടാകുന്നതാണ്. 2 ഖദർ എന്ന് പറയുന്നത് ആ തീരുമാനത്തിന്റെ നിർവഹണമാണ്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു ഗ്രന്ഥകാരൻ ഒരു പുസ്തകം എഴുതി, ഒരു നോവൽ എഴുതി. ആ നോവലിൽ ആ ഗ്രന്ഥകാരന് നോവലിലെ കഥാപാത്രങ്ങൾ ഏതൊക്കെ തരത്തിലാണ് വരുന്നത്, വരാതിരിക്കുന്നത്, ആരോടൊക്കെയാണ് സംസാരിക്കുന്നത്, സംസാരിക്കാതിരിക്കുന്നത്
എപ്പോഴാണ് മരിക്കുന്നത്, എപ്പോഴാണ് അപകടത്തിൽപ്പെടുന്നത് എന്നെല്ലാം അറിയാം. അയാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലുള്ള അറിവുകൾ ആദ്യം മുതൽ അവസാനം വരെ ഒരേപോലെയാണ്. അത് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആക്സിഡന്റിൽ പെട്ടു, എന്താ സംഭവിക്കാവുക എനിക്കറിയൂല എന്ന് എഴുതിയ ഒരാളോട് പറഞ്ഞാൽ അയാൾ എങ്ങനെ ചിരിക്കും? കാരണം അയാൾക്കറിയാതെ എവിടുക്ക പോവുക എന്നുള്ളത്. നമ്മളൊരു ഗ്രന്ഥം വായിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ പേജ് വായിച്ച് നിർത്തിയാൽ ഇതെന്താണ് എന്ന് ബോധ്യപ്പെടില്ല. ആദ്യത്തെ പേജ് വായിക്കുമ്പോൾ ആ പേജിലുള്ളതേ നമുക്ക് ബോധ്യമാകൂ. നേരെ മറിച്ച് അത് മുഴുവൻ വായിക്കുമ്പോഴാണ് അതിന്റെ വരുംവരായികകളെക്കുറിച്ച്, അതിന്റെ വിഷയങ്ങളെക്കുറിച്ച്, അതിന്റെ ക്രമീകരണങ്ങളെക്കുറിച്ച് ഒക്കെ മനസ്സിലാകുന്നത്. പുസ്തകം എഴുതിയ ആൾക്ക് കാലമില്ല. അയാൾ അതാ വരുന്നു, അയാൾ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അയാൾ എവിടേക്ക് പോകുന്നു, എങ്ങനെ പോകുന്നു, എന്ത് പോകുന്നു, ഇതൊക്കെ അയാളെ സംബന്ധിച്ചിടത്തോളം കാലമേ ഇല്ല അയാൾക്ക്. അത് വായിക്കുന്ന ഒരാൾക്കോ കാലമുണ്ട്. ഇതാണ് ഒരു പരിധിവരെ, നേർക്കുനേരെ എന്നർത്ഥത്തിലല്ല, ഒരു പരിധിവരെ അള്ളാഹുവുമായി ചേർത്ത് വിധിവിശ്വാസത്തെ പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ലളിതമായ ഒരു കാര്യം. പെട്ടെന്ന് പൊടുന്നനെ സംഭവിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ തീരുമാനം പറയുന്നു. എന്നാൽ അങ്ങനെ തീരുമാനം പറയുന്നത് നമ്മുടെ പരിമിതി കൊണ്ടാണ്. ഖലാ ഖദറുമായി ബന്ധപ്പെട്ട, വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട് നാം അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന് മനുഷ്യന്റെ പരിമിതിയാണ്. കേൾവി, കാഴ്ച, അറിവ്, ചിന്ത, ആലോചന എന്ന് ഏതു തരത്തിൽ അത് പറയുന്നുവോ അവിടെയൊക്കെയും മനുഷ്യന് പരിമിതിയുണ്ട്. മനുഷ്യന് ഇന്നത്തെ കാലത്തെക്കുറിച്ച് പറയാനേ കഴിയൂ, വർത്തമാനത്തെക്കുറിച്ച് പറയാനേ മനുഷ്യന് കഴിയൂ. ഭാവിയെക്കുറിച്ച് നിഗമനം നടത്താൻ കഴിയും. ഭൂതകാലത്തെക്കുറിച്ച് അവൻ ആലോചിക്കാം, അത് പൂർണ്ണമായും അവന്റെ മനസ്സിൽ നിൽക്കണം എന്നില്ല. എന്നാൽ കാലമില്ലാത്ത ഒന്നാണ്, അല്ലെങ്കിൽ കാലമായ ഒന്നാണ് അള്ളാഹു എന്ന് പറയുന്നത്. ഇന്നമ അനദ്ദഹർ, ഞാനാണു കാലം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അപ്പോ ഭാവിയെന്നോ ഭൂതമെന്നോ വർത്തമാനമെന്നോ വ്യത്യാസമില്ലാത്ത അള്ളാഹുവിന്റെ വിധിയെ, അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ ഇന്ന്, ഇന്നലെ, നാളെ എന്ന് വേർതിരിച്ചു മാത്രം ഗ്രഹിക്കാൻ കഴിയാവുന്ന മനുഷ്യൻ മനസ്സിലാക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അതിൽ ചെറിയ ചെറിയ സംശയങ്ങളുടെ സാധ്യതയുണ്ട്. അവ ആദ്യമായി വിധിവിശ്വാസം മനസ്സിലാക്കുമ്പോൾ ഗ്രഹിക്കേണ്ടത് പരിമിതിയുണ്ട് എന്നതാണ്, കാലവ്യത്യാസങ്ങളുണ്ട് എന്നതാണ്. മൂന്നാമത്തേത് അദൃശ്യമായ ഗൈബിയായ കാര്യങ്ങൾ വിധിവിശ്വാസവുമായി കണക്റ്റഡ് ആണ്. ആ ഗൈബിയായ കാര്യങ്ങൾ മനുഷ്യൻ ഒരു നിലയ്ക്കും കണ്ടെത്താൻ കഴിയുകയില്ല. അതിനാണല്ലോ അദൃശ്യം എന്നു തന്നെ പറയുന്നത്. അടുത്തത് നന്മ അള്ളാഹുവിങ്കിൽ നിന്ന് സംഭവിക്കും, തിന്മ മനുഷ്യനിൽ നിന്ന് സംഭവിക്കും. പിന്നീട് ഞാനത് വിശദീകരിക്കാം. നന്മ അള്ളാഹുവിങ്കിൽ നിന്നാണ് സംഭവിക്കുക, തിന്മ ഒരു കാരണവശാലും പടച്ച തമ്പുരാനിൽ നിന്ന് സംഭവിക്കുകയില്ല. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല പ്രകൃതത്തിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, ആകാശങ്ങളുടെ സൃഷ്ടിപ്പിൽ ഒരു തരത്തിലുള്ള ന്യൂനതയും നിനക്ക് കണ്ടെത്താൻ സാധ്യമാവുകയില്ല. വിശുദ്ധ ഖുർആൻ ലാ റൈബ ഫീഹി, സംശയമില്ലാത്തതാണ്. മനുഷ്യൻ എന്ന സൃഷ്ടി അന്യൂനനാണ്, ഒരു തരത്തിലുള്ള ന്യൂനതയും ഇല്ലാതെയാണ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. വികലാംഗർ എന്ന് പറയുന്നത് മറ്റൊരു ചർച്ചയിൽ വരേണ്ട ഒരു ഭാഗമാണ്. ഒരു തരത്തിലും കണ്ണിന്, കാതിന്, കൽബിന്, ജീവിതത്തിന്റെ ആന്തരിക അവയവങ്ങൾക്ക് ഒന്നും ഒരു ന്യൂനതയുമില്ല, ഒരു തിന്മയും ഇല്ല. അള്ളാഹുവിന്റെ ദർശനം, അള്ളാഹുവിന്റെ സന്മാർഗ ദർശനം, അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാഹുവിന്റെ നടപടിക്രമം, അള്ളാഹുവിലേക്ക് ചേർത്തു പറയാവുന്നതെല്ലാം നന്മ മാത്രമാണ്. നന്മയല്ലാത്തത് എങ്ങനെയാ പടച്ചവനിലേക്ക് ചേർത്തു പറയാ? അപ്പൊ ഗ്രഹിക്കേണ്ട ഒരു പാഠം, അള്ളാഹു നന്മ അള്ളാഹുവെങ്കിൽ നിന്ന്, തിന്മ മനുഷ്യനിൽ നിന്ന്. അടുത്ത ഭാഗം, അണു അളവ് പോലും മനുഷ്യനോട് അള്ളാഹു അനീതി കാണിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യദ്ലിമു നാസ ശൈഅൻ വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. ഒരു അണു അളവ് പോലും മനുഷ്യനോട് അനീതി കാണിക്കുകയില്ല. അങ്ങനെ അനീതി കാണിക്കാത്ത സൃഷ്ടാവിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന് ഇഹപര ജീവിതത്തിൽ അനീതി ഉണ്ടാവുക? അവനോടുള്ള ഏതൊരു നടപടിക്രമത്തിലാണ് അവൻ അനീതി ഉണ്ടാവുക? ഒരിക്കലും ഇല്ല.
അടുത്ത ഭാഗം തർക്കവിഷയമായി ഇതിനെ മനസ്സിലാക്കരുത്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തർക്കത്തിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, പ്രാപഞ്ചിക നിയമങ്ങൾക്കതീതമായി അതിനെതിരായി ഒരു കാര്യവും ഈ ഭൂമിയിൽ പടച്ചവന്റെ ഖളാഇലും ഉണ്ടാകില്ല. ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകത്തെ കൊണ്ടുപോകാൻ അള്ളാഹു തീരുമാനിക്കുമോ? അള്ളാഹ്ക്ക് കഴിയൂല്ലേ എന്നുള്ളതല്ല, അത് പ്രകൃതിയുടെ നിയമത്തിനെതിരാണ്, അത് സംഭവിക്കില്ല. ആണും പെണ്ണും തമ്മിലുള്ള ശരീര സമ്പർക്കത്തിലൂടെയല്ലാതെ ഒരു സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ? അത് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നതല്ല, ഉണ്ടാകില്ല. 8 നിലകളിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരാൾ ഒരു സംരക്ഷണവുമില്ലാതെ താഴേക്ക് ചാടിയാൽ കാലും കൈയും പൊട്ടാതെ സുരക്ഷിതമായി വരുമോ? വരില്ല. അത് പ്രകൃതിയുടെ നിയമമാണ്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രക്ഷയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റമോ അവിടെ ഉണ്ടാകുന്നുവെങ്കിൽ അത് ഒന്നുകിൽ അമാനുഷികതയുടെ ഭാഗമായി വരുന്നതാണ്, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായം എന്ന നിലക്ക് വരുന്നതാണ്. അതുകൊണ്ട് പ്രകൃതി വിരുദ്ധമായത് സംഭവിക്കില്ല. പരീക്ഷ എഴുതാത്തൊരു കുട്ടി എത്രമേൽ പ്രാർത്ഥിച്ചാലും ശരി പരീക്ഷയിൽ ജയിക്കില്ല. ഡ്രൈവർ ഇല്ലാത്തൊരു വാഹനം എത്രമേൽ പ്രാർത്ഥിച്ചാലും ശരി മുന്നോട്ട് പോകില്ല. ഇത് പ്രകൃതിയുടെ നിയമമാണ്. പ്രകൃതിയുടെ നിയമത്തിനപ്പുറത്ത് ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങളുമായി ബന്ധപ്പെടുത്തി സംഭവിക്കുകയില്ല എന്നത് കൃത്യമായി വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ പിന്നെ അങ്ങനെ ഉണ്ടായി നാവലേ എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ല. അത് ബോധ്യപ്പെടാൻ കഴിയണം എന്നു മാത്രം. ഇനിയോ അടുത്ത അടിസ്ഥാനപരമായ കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിന്റെയും കാര്യവും കാരണവും വഴിയും വിധിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഞാൻ പോകുന്ന സമയത്ത് ബൈക്ക് തട്ടി മരിക്കട്ടെ എന്നൊരു വിധി അള്ളാഹുവിങ്കിൽ നിന്നുണ്ടാകില്ല. ഞാൻ പോകുമ്പോൾ എങ്ങനെ പോകുന്നു എന്നത് അതിലുണ്ടാകും. ഏത് തരത്തിലാണ് റോഡ് ക്രോസ് ചെയ്യുക എന്നത് അതിലുണ്ടാകും. ആ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നത് അതിലുണ്ടാകും. അഥവാ അത്തരം കാര്യങ്ങളിലൂടെ കടന്നു വന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് എന്നെ ബൈക്ക് തട്ടി, അതുണ്ടാവുക. അതല്ലാതെ ബൈക്ക് തട്ടി മരിക്കട്ടെ, ഭാര്യ അനാഥയാകട്ടെ എന്ന് പറയുന്ന ഒറ്റ പ്രസ്താവനയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല അള്ളാഹുവിന്റെ വിധി സംവിധാനങ്ങൾ എന്നത്. അവിടെയാണ് നമുക്ക് അപകടമുണ്ടാകുന്നത്. എന്താണ് ആവലേ, അള്ളാന്റെ വിധി തന്നെ. ചെയ്തതാരാ, ചെയ്ത വഴി എവിടെയുണ്ട്, രൂപം എവിടെയുണ്ട്, ഈ കാര്യങ്ങളൊക്കെയും അവിടെയുണ്ട്. അതിലൂടെ കടന്നു വന്നപ്പോൾ ഇത് സംഭവിച്ചു. ഇതാണ് വിധി, ഇതാണ് ആ ഭാഗം. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായി രേഖകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ പ്രകൃതിക്ക് വിരുദ്ധമായൊരു കാര്യവും സംഭവിക്കില്ല. ഇനിയോ ഒരു കാര്യം സംഭവിക്കട്ടെ എന്ന ഒറ്റ പ്രസ്താവനയല്ല വിധിവിശ്വാസത്തിന്റെ ഭാഗമായി ഉള്ളത്. മറിച്ച് കാര്യം, കാരണം, വഴി, രൂപം, സംവിധാനം, ഘടകം ഇതെല്ലാം അതിലുണ്ടാകും. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. യൂസഫ് നബിയെ കാണാൻ വന്ന സമയത്ത് അവിടെയുള്ള നമുക്ക് കഥ, നേരത്തെയുള്ളൊരു കഥ ഇപ്പൊ നമുക്ക് അറിയുന്നത് കൊണ്ട് പറയാൻ, അതുകൊണ്ടാണ് മനസ്സിലാകാൻ എളുപ്പമാണ് എന്നതുകൊണ്ടാണ് ആ കഥ എടുത്തത്. എന്തായിരിക്കും അള്ളാഹുവോട് തീരുമാനിച്ചിട്ടുണ്ടാകുക? പെണ്ണുങ്ങളെ വിരലൊക്കെ മുറിയട്ടെ എന്നാണോ? ആണോ? അല്ലാന്ന് നമ്മൾ പറയാൻ കാരണം എന്താ? ആ കഥ നമുക്ക് അറിയണോണ്ട്, ആ ചരിത്രം നമുക്ക് അറിയുന്നത് കൊണ്ട് അല്ലേ? ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാള് മോനെ പോയി കുറച്ച് ചായപ്പൊടി കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് ബൈക്ക് എടുത്ത് പോകുന്ന സമയത്ത് അവിടെ തട്ടി, അവൻ ആകെ കൂടി അവന്റെ നട്ടലിന് പ്രയാസം വന്ന് അവൻ കിടക്കുന്ന സമയത്ത് അയൽവാസിയായ ഒരാൾ വന്നിട്ട് പറയാ, നട്ടല് പൊട്ടിയില്ലേ, ആൺകുട്ടിയല്ലേ എന്ന് പറയുമ്പോ നമ്മളെന്താ മറുപടി പറയാ? അള്ളാന്റെ വിധി തന്നെ. അവിടെ ഈ വഴിയൊന്നുമില്ല, അവിടെ ഈ വഴിയൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലേ, അതൊന്നും നമുക്ക് ബോധ്യമാകുന്നില്ലേ? അതൊക്കെ അവഗണിച്ചുകൊണ്ട് പടച്ചവന്റെ വിധിയല്ലേ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ മനസ്സിൽ അസംതൃപ്തിയുള്ള മാർഗങ്ങൾ നമ്മൾ പറയുകയാണോ? അങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് അപകടം സംഭവിച്ചു, എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ രൂപം അതിലുണ്ടാകും. ഇനിയോ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചത് എങ്കിൽ, പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് സംഭവിച്ചത് എങ്കിൽ, നിരപരാധിത്വമുള്ള ഒരു വിഷയത്തിലാണ് സംഭവിച്ചത് എങ്കിലും അത് ഭൗതികമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തരുത്, പരലോകത്തിലേക്ക് കൂടി പരിഗണിക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം തന്നെ ഉദ്ധരിക്കട്ടെ. യൂസുഫ് നബി ജയിലിൽ പ്രവേശിക്കാൻ കാരണം അദ്ദേഹമാണോ?
അല്ല. ജയിലിലായ അദ്ദേഹം കുറച്ചു കാലം കൂടി ജയിലിൽ കഴിയാൻ കാരണം അദ്ദേഹമാണോ? അല്ല. ആരാണ്? എന്ന് തുടങ്ങുന്ന ആ വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ പറഞ്ഞു. എന്തിനാണ്? അത് മറന്നുപോയി. രാജാവിനോട് ആ കാര്യം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ മറന്നുപോയത് കൊണ്ടാ പിന്നെ ഇവിടെ വന്നത്. ആക്സിഡന്റ് സംഭവിച്ചപ്പോ ആ ആക്സിഡന്റ് സംഭവിച്ചതിനെ സംബന്ധിച്ചിടത്തോളം 100% ട്രാഫിക് നിയമങ്ങൾ പാലിച്ചാലും മേ ബി എന്ത് ചെയ്യാം, ആക്സിഡന്റ് വരാം. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അങ്ങനെയുണ്ടോ? 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നത് മതനിയമമല്ല, അത് മതത്തിന്റെ നിയമമല്ല. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുകയില്ല. അണുമണിത്തൂക്കം എന്നത് പരലോകവുമായി കണക്ട് ചെയ്യേണ്ട കാര്യമാണ്, ദുനിയാവുമായി കണക്ട് ചെയ്യേണ്ട വിഷയമേ അല്ല. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിനാണ് ഇതൊക്കെ? അവരെന്താ തെറ്റ് ചെയ്തത്? നബി എന്താ പറഞ്ഞത്? സുമ്മയുബഅസു ബിനിയാതിഹിം. ശരിയാണ്, പിന്നെ അവരവരുടെ ഉദ്ദേശമനുസരിച്ചാണ് പരലോകത്ത് അവരെ ഒരുമിച്ച് കൂട്ടുക എന്നതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യത നമുക്കുണ്ടാകണം. ഒറ്റ പ്രസ്താവനയല്ല വിധി, വഴികൾ കൂടി അതിൽ രേഖപ്പെട്ടിട്ടുണ്ട്. നാം വിധിവിശ്വാസത്തെ മനസ്സിലാക്കുന്ന സമയത്ത് ഗ്രഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ നാമവിശേഷങ്ങളെ കുറിച്ച കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം. അൽ അലീം, അറിയുന്നവനാണ് പടച്ചതമ്പുരാൻ. അദ്ദയാൻ, പരമാധികാരിയാണ്, വിധികർത്തൃത്വമുള്ളവനാണ് പടച്ചതമ്പുരാൻ. അൽ ഹക്കീം, വ്യക്തതയുള്ള കൃത്യതയുള്ള യുക്തിബദ്ധുരമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതാണ് പടച്ചതമ്പുരാൻ. അൽ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനാണ്, ക്ലിപ്തതയുള്ളവനാണ് പടച്ചതമ്പുരാൻ. ഈ അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട ഈ 4 എണ്ണമല്ല, ഇതിനു സമാനമായ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ കൃത്യമായി നമുക്ക് ബോധ്യമുണ്ടാകണം. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, തർക്കങ്ങൾ വരികയാണ് എങ്കിൽ, അത് യുക്തിക്ക് പ്രത്യക്ഷത്തിൽ ഉൾക്കൊള്ളാൻ പ്രയാസം തോന്നുകയാണ് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ ദുഖിറൽ ഖദറു ഫംസികു. നിങ്ങൾ എന്ത് ചെയ്യണം? ഖദറിനെ കുറിച്ച് വല്ലതുമുണ്ടെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതങ്ങ് സ്വീകരിച്ചേക്ക് എന്ന് പറഞ്ഞു. ഇനി ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നല്ല, അവിടെ തർക്കിച്ച് പ്രസക്തി നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്നർത്ഥം. മൂന്നാമത്തേത്, അള്ളാഹു നീതി മാത്രം ചെയ്യുന്നവനാണ്, തെറ്റുകാരനാക്കി ശിക്ഷിക്കുകയില്ല. അള്ളാഹു നീതിമാനാണ്. നീതിമാനായ പടച്ചതമ്പുരാനിൽ വിശ്വാസമുള്ള ഒരാൾ ഏതെങ്കിലും ഒരാളെ തെറ്റുകാരനാക്കിയിട്ട് അയാളെ ശിക്ഷിക്കും പടച്ചവൻ എന്നെങ്ങനെയാ വിശ്വസിക്കുക? നന്മ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നന്മയെയും തിന്മയെയും അള്ളാഹു സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നന്മ തിന്മകളെ വ്യക്തമാക്കി വേർതിരിച്ചു തന്ന് മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ തീരുമാനം മുമ്പ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ തീരുമാനം ഉണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നത് കാലത്തിൽ പരിമിതനായതുകൊണ്ടാണ്. പടച്ചതമ്പുരാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്ന് കാലവുമായി കണക്ട് ചെയ്യാത്തത് കൊണ്ട് അത് പടച്ചവനിലേക്ക് ചേർത്ത് പറയാൻ കഴിയില്ല. ഇനി മുമ്പ് അങ്ങനെ ഒരു തീരുമാനം എടുത്തു എങ്കിൽ പിന്നെ എങ്ങനെയാണ് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും പടച്ചവൻ പറയാം? എക്സ് എന്ന് പറയുന്ന ഒരാൾ നരകത്തേക്കാന്ന് പടച്ചവനാണ് തീരുമാനിച്ചു വെച്ചു, വൈ എന്ന് പറയുന്ന ഒരാൾ സ്വർഗത്തിലേക്കാണ് തീരുമാനിച്ചു വെച്ചു. എന്നാൽ പിന്നെ എന്തിനാ നന്മ കൽപ്പിക്കാനും തിന്മ കൽപ്പിക്കാനും പറയുന്നത്? പറയൂല എന്നല്ല നേരത്തെ പറഞ്ഞത്, അപ്പോത്തിന് മറന്നു എന്ന് പറയരുത്. ഒരാൾ നരകത്തിലാണ് എന്ന് ഖുർആൻ പറയില്ല, അല്ലാഹ് തീരുമാനിക്കൂല. അയാൾ നരകത്തിലേക്ക് പോകാനുള്ള ഇന്ന വഴികളിലൂടെ സഞ്ചരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ നരകത്തിലാണ്. അയാൾ സ്വർഗത്തിലേക്ക് പോകാവുന്ന ഇന്ന വഴികളിലൂടെ സഞ്ചരിച്ചതിന്റെ പേരിൽ അയാൾ സ്വർഗത്തിലാണ്. ഇതാണ് വിധി. അയാൾക്ക് സ്വർഗത്തെയും നരകത്തെയും വേർതിരിച്ചു മനസ്സിലാക്കുന്നതിനാവശ്യമായ വ്യക്തത പടച്ചതമ്പുരാൻ ഈ ഭൂമിയിൽ വരുത്തിയിട്ടും ഉണ്ടാകും. അഥവാ മുമ്പുള്ള തീരുമാനം അങ്ങനെ ഉണ്ട് എങ്കിൽ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് ഉണ്ടാവുകയില്ല. മാത്രമല്ല, മനുഷ്യൻ ജനിക്കുന്നതോ മനുഷ്യൻ വളരുന്നതോ മനുഷ്യന്റെ ബുദ്ധിയോ ഒന്നും തന്നെ നന്മക്ക് തടസ്സമായി വരികയും ഇല്ല. അതിലേതെങ്കിലും ഒന്ന് നന്മക്ക് തടസ്സമായി വരുന്നുണ്ട് എങ്കിൽ അള്ളാഹു വിചാരണ നടത്തുകയും ഇല്ല. ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരാളെ വിചാരണ നടത്തുന്ന അവസ്ഥ ഇല്ല എന്നർത്ഥം. ഇനി അള്ളാഹുവിനെതിരിൽ തെളിവ് സമർത്ഥിക്കുക എന്നതാണ് പലപ്പോഴും വിധിവിശ്വാസത്തിലേക്ക് ചേർത്ത് വരാറുള്ളത്. വിശുദ്ധ ഖുർആൻ ആ കാര്യത്തെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് പ്രവാചകന്മാരെ പറഞ്ഞയക്കുന്നത്? പ്രവാചകന്മാരെ അവർക്ക് നൽകുന്നത് സന്മാർഗം കാണിച്ചു കൊടുക്കാനാണ്. ആ സന്മാർഗം സുവ്യക്തമായി അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, പക്ഷേ വ്യക്തത വരുത്തിയിരിക്കും. ഏഴാമത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും
നമ്മൾ തെറ്റിലേക്ക് മാറിയിട്ടുള്ള കാരണങ്ങൾ എല്ലാം ഇവിടെ സംഭവിച്ചതാണ്. നമ്മൾ തെറ്റിപ്പോകാനുള്ള കാരണങ്ങളൊക്കെ കൃത്യമാണ്, വ്യക്തമായതാണ്. എന്നാൽ അള്ളാഹുവിലേക്ക് നമ്മൾ ചേർത്തുപയോഗിക്കുന്നതോ അതിന് കൃത്യതയും വ്യക്തതയും ഇല്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഒരു വിഷയം വന്നു. ഒരാൾ മോഷ്ടിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അദ്ദേഹത്തെ പിടിച്ചു. മോഷ്ടാവ് എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ കൈ മുറിക്കണമെന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, മോഷണം നടത്തിയതിന്റെ ഇസ്ലാമിക ശിക്ഷ എന്ന നിലക്ക് നിന്റെ കൈ മുറിക്കാൻ തീരുമാനിക്കുകയാണ് എന്ന്. അയാൾ പറഞ്ഞു, എന്റെ കൈ എങ്ങനെ മുറിക്കല്? 1932 ആഗസ്റ്റ് 12 ഇന്ന സ്ഥലത്ത് വെച്ച് ഞാൻ മോഷ്ടിക്കണമെന്ന് പടച്ചോൻ നേരത്തെ തീരുമാനിച്ചതല്ലേ, എന്റെ കൈ മുറിക്കാൻ പറ്റുമോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണേ. എന്റെ കൈ മുറിക്കാൻ പറ്റുമോ? ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കേട്ടിട്ട് ശരിയാണല്ലോ എന്ന് പറയല്ല ചെയ്തത്, നീ അതിന്റെ അപ്പുറം വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആ എഴുതിയതിന്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, കൈ മുറിച്ചിട്ടുള്ള മോഷണം നടത്തിയിട്ടുള്ളതിന്റെ പേരിൽ തെറ്റുകാരനായ താങ്കളുടെ കൈ മുറിക്കണം എന്നും ആ വിധിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത്. ഒരാൾ പള്ളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ഇഖാമത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരാൾ വന്ന് ചോദിക്കും, നിസ്കരിക്കണില്ലേ? അള്ളാഹ് വിധിച്ചിട്ടില്ല. കീശയിൽ 500 രൂപയുണ്ട്, കയ്യിൽ പിടിച്ചിട്ട് പറയാണ് സംഭാവന കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പറയാ, എന്താണ് അത് കൊടുക്കാനൊരു മടി? അള്ളാഹ് വിധിച്ചിട്ടില്ല. അങ്ങനെയുണ്ടോ? അങ്ങനല്ലല്ലോ. ആരാണ് ഇതിന്റെ പ്രശ്നം? അവിടെയാണ് പലപ്പോഴും നമ്മൾ പറയുന്ന പല കാരണങ്ങളും, പടച്ചവനിലേക്ക് ചേർത്ത് പറയുന്ന പല കാരണങ്ങളും ശരിയായ കാരണങ്ങളല്ല. എന്നാൽ നമ്മളിലേക്ക് ചേർത്ത് പറയുന്ന പല കാരണങ്ങളും അത് നമ്മൾ തെറ്റായി ജൽപ്പിച്ചുണ്ടാക്കിയ കഥയാണ് എന്ന്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നവനാണ്. അല്ലാഹു പൊറുക്കുന്നവനാണ് എങ്കിൽ പിന്നെ എന്തിനാണ് മുൻകൂട്ടി നിശ്ചയിക്കുന്നത്? മുൻകൂട്ടി നിശ്ചയിച്ച് ക്രമീപ്പെടുത്തിയാൽ പിന്നെ പാപമോചനത്തിന് പ്രസക്തിയില്ലല്ലോ. അപ്പൊ മറ്റു പല കാര്യങ്ങളിലും ഒഴിവ് കഴിവ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നന്മയുടെ വിഷയത്തിലും തിന്മയുടെ വിഷയത്തിലും മാത്രമേ ഈ ഒഴിവ് കഴിവ് നമ്മൾ പറയാത്തതുള്ളൂ. അല്ലേ? നീ എന്താ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് മാർക്ക് കുറഞ്ഞത്? അത് അല്ലാഹ് വിധിച്ചതുകൊണ്ട് എന്ന് പറയൂല. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയാ. അല്ലേ? അപ്പൊ ഇവിടെ പല വിഷയത്തിലും ഒഴിവ് കഴിവ് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഹക്ക്, നന്മയുടെയും തിന്മയുടെയും വിഷയം വരുമ്പോ ഞാൻ സന്മാർഗിയും ഞാൻ ദുർമാർഗിയുമാകുന്ന കാര്യം പറയുമ്പോ അല്ലാഹ് നേരത്തെ അങ്ങനെ തീരുമാനിച്ചിട്ടല്ലേ എന്ന് പറയുന്നത് ഒരിക്കലും യുക്തിസഹമായ കാര്യമല്ല. അത് വിശ്വാസത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ഇല്ല. ഈ അടിസ്ഥാനപരമായ ചില അറിവുകൾ മുൻനിർത്തി ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖദറിലെ വിശ്വാസം പഠിക്കുമ്പോൾ 4 ഘടകങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടതാണ്. ഏതാണ് ഈ 4 ഘടകങ്ങൾ? പലപ്പോഴും നമ്മൾ മദ്രസയിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടാണ് ഖദറിലെ വിശ്വാസം പഠിച്ചത്. അതുകൊണ്ടോ മലക്കുകളുടെ വിശ്വാസം 2ാം ക്ലാസ്സും 3ാം ക്ലാസ്സും 4ാം ക്ലാസ്സും 5ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. എല്ലാ വിശദമായി പഠിച്ചു, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്നാൽ വിധി വിശ്വാസത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് നന്മയും തിന്മയും അള്ളാഹുവിങ്കിൽ എന്നാണ് എന്ന് പഠിച്ച് അവിടെ അവസാനിപ്പിക്കുകയാണ്, പിന്നെ പഠിക്കുന്നില്ല. ഖുതുബകളിൽ പലപ്പോഴും ഇത് പരാമർശ വിധേയമാകുന്നില്ല. ഇസ്ലാമികമായ അധ്യാപനങ്ങളിൽ പലപ്പോഴും അത് സംസാരിക്കുന്നത് പരിമിതപ്പെടുന്നു. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ചില ഇഷ്കാലുകൾ കടന്നു വരികയാണ് ചെയ്യുന്നത്. വിധി വിശ്വാസത്തിൽ 4 കാര്യങ്ങൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1 അൽ ഇൽമ്, 2 അൽ കിതാബ്, 3 അൽ മശീഅ, 4 അൽ ഖൽഖ്. 1 അൽ ഇൽമ്, 2 അൽ കിതാബ്, 3 അൽ മശീഅ, 4 അൽ ഖൽഖ്. ഇത് ഓരോന്നും നമ്മൾ പരിചയപ്പെട്ടു പോകാം. ഈ 4 ഘടകങ്ങളിലേക്ക് കൂടി നമ്മളുടെ ശ്രദ്ധ വരുമ്പോഴാണ് വിധിവിശ്വാസത്തെക്കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണയല്ല, കൃത്യമായ ഒരു ബോധത്തിലേക്ക് പോകുന്നതിന് നമുക്ക് കഴിയുന്നത്. 1 അള്ളാഹുവിന്റെ അറിവാണ്. എന്താണ് അറിവിന്റെ പ്രത്യേകത? ഇത് പറയുമ്പോൾ വീണ്ടും ഇടയ്ക്ക് ആവർത്തിച്ചു പറയേണ്ടതുണ്ട്. കാലമില്ലാത്തതാണ് പടച്ച തമ്പുരാൻ എന്നത്. അള്ളാഹുവിന്റെ അറിവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളെയും ചുഴന്നു നിൽക്കുന്നതാണ്, വലയം ചെയ്ത് നിൽക്കുന്നതാണ് അറിവ്, അള്ളാഹുവിന്റെ അറിവ്. ആ അറിവിൽ ന്യൂനതയില്ല, അറിവില്ലായ്മയില്ല, അറിവിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളില്ല. എല്ലാ കാര്യങ്ങളും പടച്ച തമ്പുരാന്റെ അറിവിൽപ്പെട്ടതാണ്. ആ അറിവിന് കാലവും ഇല്ല. ആ അറിവിന് കാലം ഇല്ല. ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ പഠിക്കും, ഇങ്ങനെയൊരു കാലം. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയും,
ഞാൻ അറിയുന്നുണ്ട്. ഇങ്ങനെയൊരു കാലഗണന, ഇങ്ങനെയൊരു കാലപ്രസ്താവന പടച്ചതമ്പുരാന്റെ അറിവിലേക്ക് ചേർത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ടാമത്തേത്, ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. അള്ളാഹുവിന്റെ അറിവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്ന സമയത്ത് സൂറത്തുൻ നഹലിലെ ഈ വചനം വളരെ കൃത്യമായി നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. എന്താ ഖുർആൻ ഉപയോഗിച്ചത്? ഇന്ന റബ്ബക ഹുവ അഅലമു. അഅലമു, തീർച്ചയായും നിന്റെ റബ്ബിന് അറിയാം. അറിയാം. അള്ളാഹുവാണ് നിന്നെ നരകാവകാശിയായി സൃഷ്ടിച്ചത് എന്നല്ല, അള്ളാഹുവാണ് നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്നല്ല. അകാലബന്ധിതമല്ലാത്ത അറിവുള്ള പടച്ച തമ്പുരാന് ഒരാളുടെ നന്മ തിന്മകളെ സംബന്ധിച്ചുള്ള, രക്ഷാശിക്ഷകളെ സംബന്ധിച്ചുള്ള അറിവ് ഉണ്ട്. ഇനി ആ അറിവ് നമ്മളെ സ്വാധീനിക്കോ ഇല്ലയോ അല്പം കഴിഞ്ഞ് ഞാൻ പറയാം. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല, വഴികേടിലാകുന്നതിനെ സംബന്ധിച്ച് അള്ളാഹുവിന് അഅലമു, അറിയാം. നിന്നെ വഴികേടിലാക്കിയത് അള്ളാഹുവാണ് എന്നില്ലേ? അങ്ങോട്ട് ഞാൻ വരാം. രണ്ട്, സൃഷ്ടിച്ചു എന്നല്ല, അറിയുന്നു എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഈ കാര്യം ബോധ്യപ്പെടാൻ കഴിയും. കത്തി എന്ന് പറയുന്ന ആയുധം, അത് വെട്ടിയാൽ മുറിവാകും, അല്ലേ? അത് മുറിവാകും. ഒരു കച്ചവടക്കാരൻ ഒരു കത്തി വിൽക്കുന്നു. അയാൾ കത്തി വിൽക്കുന്ന സമയത്ത് തന്നെ ആ കത്തിയെക്കുറിച്ച് അറിയാവുന്ന കച്ചവടക്കാരൻ പറഞ്ഞു, ഈ കത്തി നല്ല മൂർച്ചയുള്ളതാണ്, അതെവിടെയെങ്കിലും തട്ടിയാൽ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ഇത് നിനക്ക് നല്ല കാര്യത്തിന് ഉപയോഗിക്കാം, നിനക്ക് കറി വെക്കാൻ വേണ്ടി വെണ്ടയ്ക്ക മുറിക്കാം, ഇങ്ങനെ പലതിനും ഇത് ഉപയോഗിക്കാം, പക്ഷേ മൂർച്ചയുള്ളത് കൊണ്ട് അത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അയാൾ അത് വാങ്ങിക്കൊണ്ടുപോയി. അയാൾ ആ കത്തിയെക്കുറിച്ച് നന്നായി അറിയുന്നവനായതുകൊണ്ട് കത്തിയുടെ ഗുണദോഷത്തെക്കുറിച്ച് കൃത്യമായി വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അയാളത് വാങ്ങിക്കൊണ്ടുപോയി. ഒരാളെ വെട്ടി, അയാൾക്ക് മുറിവ് സംഭവിച്ചു, അല്ലെങ്കിൽ അയാൾ മരിച്ചു. പോലീസ് ആരെ അറസ്റ്റ് ചെയ്യാം? കത്തി വിറ്റോനെയാണോ? ആണോ? അല്ല. അപ്പൊ ദുനിയാവിൽ ആ വിഷയത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ പരലോകത്തിലെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും മാറുന്ന സമയത്ത് പടച്ചവനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്നാലും പടച്ചവൻ എന്ന് പറയുന്നത് എന്തുമാത്രം അപകടകരമായൊരു കാര്യമാണ്. ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നല്ല അറിവുള്ളൊരു ഡോക്ടർ ഹോസ്പിറ്റലിലുണ്ട്. അയാൾ അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. അവിടെ എത്തിയ സമയത്ത് നെഞ്ചുവേദന വന്ന് ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഒന്ന് MRI ചെയ്യണം. അയാൾ MRI ചെയ്തു വന്നു. ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്കറിയായിരുന്നു ക്യാൻസറിന്റെ ഒരു സാധ്യതയുണ്ട് എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ലോകത്ത് ഏത് രോഗിയാണ് MRI ഡോക്ടറുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ അറിവാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞത്? ഒരാളെ പേര് പറയും? ഇല്ല. അവിടെ നമുക്കത് ബാധകമാണ്. അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോ ഒരു ക്ലാസ്സിൽ പോയി ഒരു അധ്യാപകൻ പറയുന്നു, എന്താ പറഞ്ഞത്? ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ 4 ആളുകൾ തോൽക്കും. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 4 ആളുകൾ വന്നിട്ട് പറയാണ്, മൂപ്പരിപ്പം തന്നെ നമ്മൾ തോൽക്കണ തീരുമാനിച്ചിരിക്കണ്, തൽക്കാലം പഠിക്കാൻ സൗകര്യമില്ല എന്നൊരു കുട്ടി പറഞ്ഞാൽ ആ കുട്ടി ആ പറയുന്നത് ശരിയാണോ? അതിനാണോ അത് പറഞ്ഞത്? ആണോ? അല്ല. ഇന്ന രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ അയാളെ നരകത്തിലേക്ക് പറഞ്ഞയച്ചത് പടച്ചവനാണോ? ആകാൻ പാടുണ്ടോ? ഇല്ല. വളരെ ലളിതമായ യുക്തിബോധത്തോടു കൂടിയിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ സാധ്യമാകുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഇവിടെയാണ് വസ്തുതകൾ ബോധ്യപ്പെടുത്തിയത്. ബലാ ഖദ് ജാഅത്ക ആയാതി, കത്തിക്ക് മൂർച്ചയുണ്ട് എന്ന കാര്യം നിന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഫകദ്ദബ്ത, പക്ഷെ നീ അത് അംഗീകരിക്കാനൊന്നും തയ്യാറായില്ല. ഫകദ്ദബ്ത ബിഹാ വസ്തക്ബർതു, ഞാൻ എത്ര കത്തി കണ്ടതാണ് എന്ന് നീ പറഞ്ഞു, എന്നിട്ട് വെട്ടി. വകുൻത മിനൽ കാഫിരീൻ, നിന്നെ പോലീസും പിടിച്ചോണ്ടായി. ഞാൻ അതിന്റെ അർത്ഥമല്ല പറഞ്ഞത് കേട്ടോ. ബലാ ഖദ് ജാഅതുക ആയാതി, എന്റെ ആയത്തുകൾ, എന്റെ ദൃഷ്ടാന്തങ്ങൾ വളരെ കൃത്യമായി നിനക്ക് വന്നിട്ടുണ്ട്. ഏത് ശരി ഏത് തെറ്റ് എന്ന കാര്യം നിന്നെ ബോധ്യപ്പെടുത്തുകയും വ്യക്തമാക്കുകയും വിശദീകരിക്കുകയും പഠന മനനങ്ങളിലൂടെ നിന്നെ ഗവേഷണാത്മകമായും അല്ലാതെയും കൃത്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഫകദ്ദബ്ത, നീ അത് കളവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
ദൈവവിശ്വാസിയായിരുന്നാലും ദൈവനിഷേധിയായിരുന്നാലും നീ അത് കളവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫകദ്ദബ്ത ബിഹാ വസ്തക്ബർത, എന്നു മാത്രമല്ല നീ അഹങ്കാരം കാണിക്കുകയാണ് ചെയ്തത്. വകുൻത മിനൽ കാഫിരീൻ, അങ്ങനെയാണ് നീ സത്യത്തെ മൂടിവെക്കുന്ന അവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. അഥവാ അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്നതുകൊണ്ട്, അള്ളാഹുവിന്റെ അറിവിൽ കാലപരിഗണനയില്ല എന്നതുകൊണ്ട്, ഈ പ്രപഞ്ചത്തിലെ എല്ലാവിധത്തിലുള്ള അറിവുകളെയും ചുഴന്നു നിൽക്കുന്നവനാണ് പടച്ചവൻ എന്നതുകൊണ്ട്, ആ അറിവിന്റെ ഭാഗമായി പടച്ച തമ്പുരാന് ഒരു മനുഷ്യന്റെ രക്ഷാശിക്ഷകളെ സംബന്ധിച്ച് അറിയും. പക്ഷെ അത് ഒറ്റ വാക്കിലെ അറിവല്ല, വഴിയടയാളങ്ങളെയും ദൂരങ്ങളെയും സഞ്ചരിക്കുന്ന മാർഗങ്ങളെയും സംബന്ധിച്ചുള്ള കൃത്യമായ അറിവാണ്. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറയുമ്പോൾ അത് സ്വീകരിക്കാതെ അപകടത്തിലേക്ക് പോയാൽ, അപകടം സംഭവിച്ചതിനോ തെറ്റു സംഭവിച്ചതിനോ പറഞ്ഞുകൊടുത്ത ഒരാളെയോ ബോധ്യപ്പെടുത്തിയ ഒരാളെയോ സൃഷ്ടിച്ച ഒരാളെയോ മനസ്സിലാക്കാൻ പാടില്ല. ഒരു വാഹനം ഡ്രൈവർ വന്നിട്ട് എൻ്റെ ടയറൊക്കെ തേഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു ടയർ കടയിൽ കയറിയിട്ട് ടയർ വാങ്ങി. എൻ്റെ കയ്യിൽ ആകെ 500 രൂപയുള്ളൂ, എനിക്കൊരു ടയർ വേണം. അയാൾ ടയർ കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞു, ഈ ടയർ നല്ലതല്ല, ഇതിട്ട് പോയാൽ തട്ടിമുട്ടി വീഴും, ആക്സിഡന്റ് ആകും. ഒരു തർക്കവും ആ വിഷയത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. 10-18 കൊല്ലമായി ടയർ കച്ചവടം നടത്തുന്ന ആളാണ് ഞാൻ. ഇതിൻ്റെ എല്ലാ കിതാബും ഞാൻ ഓതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ടയറുകൾ ഇടാതെ പോകുന്നതാണ് നല്ലത്. നിങ്ങളടുത്ത് പൈസ ഇല്ലാന്ന് കരുതിയിട്ട് ഈ ടയർ വാങ്ങണ്ട, കടമാണെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോൾ അയാൾ നിർബന്ധമായി അല്ല, എനിക്ക് ആ ടയർ തന്നെ മതി എന്ന് പറഞ്ഞ ടയർ ഇട്ട് പോയി. കുറച്ച് ദൂരം പോയപ്പോഴേക്ക് ടയർ പൊട്ടി വണ്ടി മറിഞ്ഞു, അപകടം സംഭവിച്ചു. ടയർ കൊടുത്ത ആളെയാ പിടിക്കണ്ടേ? അയാൾ പറഞ്ഞില്ലേ, ബോധ്യപ്പെടുത്തിയില്ലേ, കൃത്യത വരുത്തിയില്ലേ? ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും അറിയിച്ചു കൊടുക്കുമ്പോൾ കൃത്യതയും വ്യക്തതയും വരുത്തിയിട്ടില്ലേ? ബോധ്യപ്പെടുത്തിയിട്ടില്ലേ? നന്മതിന്മകൾ നൽകിയിട്ടില്ലേ? ശരിതെറ്റുകൾ ക്രമീകരിച്ചു കൊടുത്തിട്ടില്ലേ? ഉണ്ട്. വസ്തക്ബർത, നിന്റെ അഹങ്കാരമാണ് അത് സ്വീകരിക്കാതിരിക്കുന്നതിന് കാരണമായിട്ടുള്ളത് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം അള്ളാഹുവിൻ്റെ അറിവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം അൽ കിതാബ, രേഖപ്പെടുത്തൽ എന്നതാണ് ഒരു പക്ഷെ നമുക്കതിനർത്ഥം പറയാൻ കഴിയുന്നത്. എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത്. ഈ രേഖപ്പെടുത്തൽ 3 തരത്തിലാണുള്ളത്, അല്ലെങ്കിൽ 4 തരത്തിലാണ്. അതിനേക്കാൾ എണ്ണം കൂട്ടിപ്പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങളും നമുക്ക് വായിക്കാൻ കഴിയും. ലൗഹുൽ മഹ്ഫൂദ്, എല്ലാം പൂർണ്ണമായി രേഖപ്പെടുത്തിയിട്ടുള്ള ജ്ഞാനഫലകം. ഇമാമിൻ മുബീൻ, അതും അതിലേക്ക് ചേർത്തിട്ട് വന്നിട്ടുള്ള ഭാഗമാണ്. കിതാബുൻ മസ്തൂർ, ഉമ്മുൽ കിതാബ് എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കുന്ന ഈ രേഖപ്പെടുത്തൽ, ആ രേഖപ്പെടുത്തുന്നത് പോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്ത്? ഇന്ന അവ്വൽ മാ ഖലഖല്ലാഹു അൽ ഖലം, ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി രേഖപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനമാണ് ക്രമീകരിച്ചത്. ഖലം, പേന. ഫഖാല ഉക്തുബ്, എന്നിട്ട് പറഞ്ഞു എഴുതണം എന്ന് പറഞ്ഞു. ഫഖാൽ മാ അക്തുബ്, എന്താണ് എഴുതേണ്ടത്? ഖാൽ, എഴുതേണ്ടത് ഉക്തുബ് അൽ ഖദർ മാ കാന വമാ ഹുവ കായിനുൻ ഇലൽ അബദ്, എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി എഴുതണം. അതോടൊപ്പം തന്നെ അന്ത്യസമയം വരെയുള്ള കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചു എന്നതാണ്. ഇത് പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്, സ്വഹീഹാണ്. ഇമാം അൽബാനി അതിന്റെ സിഹത്തിനെ സംബന്ധിച്ച് കൃത്യത ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അഥവാ എല്ലാം രേഖപ്പെടുത്തുക എന്നത് കൃത്യമായി പടച്ച തമ്പുരാൻ നിർവഹിച്ചിട്ടുള്ളതാണ്. അവിടെയും കാലമില്ല. ആയുഷ്കാല രേഖ, നമുക്കൊക്കെയുള്ള ആയുഷ്കാല രേഖയുണ്ട്, വാർഷിക രേഖയുണ്ട്, അഥവാ ലൈലത്തുൽ ഖദറിന്റെ സമയത്ത് ഓരോന്നും രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ രേഖപ്പെടുത്തുക എന്ന, എഴുതി വെക്കുക എന്ന, നമുക്കത് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമാണ് ആ പദങ്ങൾ അവിടെ ഉപയോഗിക്കുന്നത്. അതല്ലാതെ അള്ളാഹു ഒരു കടലാസ് എടുത്തിട്ടോ വേറെ ഏതെങ്കിലും തരത്തിലൊക്കെ രേഖപ്പെടുത്തുന്നു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ബോധ്യപ്പെടുത്തുന്നതിന് ഈ ഭാഷാ പ്രയോഗമല്ലാതെ കഴിയില്ല എന്നതുകൊണ്ടാണ് ആ ഭാഗം സൂചിപ്പിക്കുന്നത്. ഇനി ഈ രേഖപ്പെടുത്തൽ നേരത്തെ നമ്മൾ പറഞ്ഞു. എങ്ങനെയാ രേഖപ്പെടുത്തിയത്? കാര്യത്തെയും കാരണത്തെയും വഴിയെയും രീതിയെയും
എന്തുകൊണ്ട് എന്ന രീതിയിൽ ആണത് രേഖപ്പെടുത്തിയത്. ഒറ്റ പ്രസ്താവനയല്ല എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ഭാഗമായി വന്നിട്ടുള്ള കാര്യമാണ്. വാർഷികമായ മൊത്തത്തിലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വാർഷികമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദൈനംദിനമായ രേഖകളെ സംബന്ധിച്ചും കാണാൻ കഴിയും എന്നത് പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിന്റെ ആശയപ്രകാരം പറഞ്ഞതാണ്. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ എന്ന ആയത്തിൽ ഈ ഭാഗമാണ് പരാമർശിക്കുന്നത് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു രേഖയിൽ ഉണ്ട്. ആ രേഖയുടെ പ്രത്യേകത കാലമില്ലാത്ത രേഖയാണത്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ഫീ ദാലിക അലല്ലാഹി യസീർ. ഏതൊരു കാര്യവും നിങ്ങളെ ബാധിക്കുന്ന ഏതൊരു വിപത്തുണ്ടെങ്കിലും ഭൂമിയിലോ നിങ്ങളിലോ സംഭവിക്കുന്നതാണെങ്കിലും അത് കൃത്യമായി ഒരു ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ സംഭവിക്കുന്നില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് ലളിതമായ എളുപ്പമുള്ളൊരു കാര്യമാണ്. എന്തിനാണ് അങ്ങനെ രേഖപ്പെടുത്തിയത്? ലികൈലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം ലഭ്യമായതിന്റെ പേരിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിതരായി പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അഹങ്കാരമുള്ള ആളുകളെ ഒരിക്കലും പടച്ചു തമ്പുരാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അപ്പൊ കൃത്യമായ ഒരു രേഖ ഈ വിഷയ സംബന്ധമായി ഉണ്ട്. എന്നാൽ ആ രേഖ കാലമില്ലാത്ത രേഖയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. നേരത്തെ സൂചിപ്പിച്ച ഒരു ഭാഗം ആ രേഖയുടെ പ്രത്യേകത എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് കാര്യവും കാരണവും വഴിയാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒറ്റ പ്രസ്താവനയിലല്ല അതിനുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത്, അള്ളാഹു നിജപ്പെടുത്തിയിട്ടുണ്ട് എന്നത്, അള്ളാഹു വ്യക്തപ്പെടുത്തിയിട്ടുണ്ട് എന്നത്, ആ രേഖ അതൊരു മനുഷ്യന്റെ തെറ്റിന്റെ കാരണമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. മറിച്ച് ആ രേഖയിൽ കൃത്യമായ വഴി കൂടിയുണ്ട്. മനുഷ്യൻ സ്വീകരിച്ച വഴിയാണ് യഥാർത്ഥത്തിൽ അതിന്റെ കാരണം. ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. നന്മ ചെയ്യുന്ന ഒരു മനുഷ്യന്റെയും പ്രതിഫലത്തെ അളവ് പടച്ച തമ്പുരാൻ നഷ്ടപ്പെടുത്തി കളയുന്നില്ല എന്ന്. രേഖയല്ല ഞാൻ തെറ്റിലേക്ക് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി ആ രേഖയെക്കുറിച്ചൊന്ന് പരിശോധിക്കുക. ആ രേഖയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഭാഗം വളരെ പ്രസക്തമാണ്. നമ്മൾ എന്ത് ചെയ്യണം എന്ന കാര്യത്തെ സംബന്ധിച്ച്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തെ സംബന്ധിച്ച് എവിടെയാ രേഖപ്പെടുത്തിയത്? അത് വേദഗ്രന്ഥത്തിലാണ് രേഖപ്പെടുത്തിയത്. നമ്മളുടെ കയ്യിലുള്ള നമ്മൾ ചെയ്യുന്ന കർമ്മരേഖയിലല്ല അതുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് വിശ്വസിക്കണം, ഏത് സ്വീകരിക്കണം, എവിടേക്ക് പോകണം, എന്തു ചെയ്യണം, എന്തു ചെയ്യാൻ പാടില്ല, ഇതൊക്കെ രേഖപ്പെടുത്തിയത് വേദഗ്രന്ഥത്തിലാണ്, പ്രവാചകന്മാരുടെ അധ്യാപനത്തിലാണ്. ചെയ്യേണ്ടത് രേഖപ്പെടുത്തിയതല്ല, മറിച്ച് അത് വേദഗ്രന്ഥത്തിലാണുള്ളത്. രേഖപ്പെടുത്തിയത് എന്താണ്? ചെയ്യുന്നതാണ് കർമ്മരേഖയിലുള്ളത്. ഞാൻ ചെയ്യുന്നതാണ് എൻ്റെ രേഖയിലുള്ളത്. അതെങ്ങനെയാ ആ രേഖയിൽ വന്നത്? രേഖയ്ക്ക് കാലമില്ല, അള്ളാഹുവിന്റെ അറിവിന് കാലമില്ല. അതുകൊണ്ട് തന്നെ ആ രേഖയിൽ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടും. എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ആ രേഖയിലുള്ള കാര്യം കാലമായി മാറുന്നത് എന്നു മാത്രമല്ല, ആ രേഖയിൽ എന്താണുള്ളത് എന്ന് എനിക്കറിയോ? ആ രേഖയിൽ എന്താ? ഞാനിവിടെ ചാടി, നിങ്ങൾ പേടിച്ചു. ഞാൻ ചാടിക്കഴിഞ്ഞ് പേടിച്ചപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലായത്, അല്ലേ? അവിടെ ഇരിക്കുന്ന സമയത്ത് അയാള് ഇന്ന സെക്കൻഡിൽ 8:11 ഇവിടെ ചാടുമെന്നും നിങ്ങൾ പെട്ടെന്നൊന്നും എട്ടിപ്പോകുമെന്നും നിങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഒരു കാര്യം സംഭവിക്കാതെ ആ രേഖയിലുള്ള വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തൊരു മനുഷ്യനും അറിയില്ല. പിന്നെ എങ്ങനെയാണ് അറിയാത്ത ഒരു മനുഷ്യൻ, ഗ്രഹിക്കാത്തൊരു മനുഷ്യൻ, കാലബന്ധിതമായി വായിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ, ബന്ധിതമായി മാത്രം വായിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ആ രേഖയിൽ അങ്ങനെ രേഖപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത് എന്ന് പരാതി പറയാ. അപ്പോ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും തുല്യമായ അവസരം ഇവിടെ നൽകിയിട്ടുണ്ട്. തുല്യമായ അവസരം നൽകിയെന്ന് മാത്രമല്ല, നന്മയ്ക്ക് സഹായവും നൽകിയിട്ടുണ്ട്. ഇല്ലേ? അള്ളാഹു ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതിനാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അതല്ല സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനാണോ? ഭാഷാപരമായി ആ പ്രയോഗം ഇഷ്ടം എന്ന് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതാണ് പടച്ചവന് കൂടുതൽ? ഒരു മനുഷ്യന്റെ സ്വർഗപ്രവേശനമാണ്. മനുഷ്യന്റെ അനാട്ടമി,
മനുഷ്യന്റെ ശരീരശാസ്ത്രം ഫിസിയോളജി അനുസരിച്ചുകൊണ്ടും നന്മയിലേക്ക് പോകുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കണമെന്ന് പറയും. മനുഷ്യന്റെ ശരീരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ വഴി ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് ബോധ്യപ്പെടാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഇന്ന് ലോകം കണ്ടെത്തിയിട്ടുണ്ട്. ഫങ്ഷണൽ മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്, FMRI. ഈ FMRI പ്രകാരം എന്റെ മനസ്സിനകത്തുള്ള വിചാരങ്ങളുടെ രസതന്ത്രത്തെ മനസ്സിലാക്കിയിട്ട് എന്റെ മനസ്സിൽ ഏതു വൈകാരികതയാണ് രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഇന്ന് സംവിധാനമുണ്ട്. ഒരു പെണ്ണ് നടന്നു പോകുമ്പോ ആ പെണ്ണിനെ ഞാൻ നോക്കുമ്പോ, ഒരാണ് സംസാരിക്കുമ്പോ സ്നേഹത്തോടു കൂടി പറയുമ്പോ ആ ആണിനെ പരിഗണിക്കുന്ന ഒരു പെണ്ണിന്റെ മനോഗതം ഏതു തരത്തിൽ എന്ന് രാസപ്രവർത്തനങ്ങളിലൂടെ രസതന്ത്രത്തിലൂടെ മനസ്സിലാക്കാൻ ആവശ്യമായ FMRI സംവിധാനം ഇന്ന് ലോകത്തുണ്ട്. എന്നിരിക്കെ ഒരു മനുഷ്യന് നന്മയ്ക്ക് ആവശ്യമായ സഹായമാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത്. ഒരു ചാൺ വന്നാൽ ഒരു മുഴം വന്നാൽ അതിനപ്പുറത്ത്, നടന്നു വന്നാൽ ഓടി വന്നാൽ അതിനേക്കാൾ വേഗതയിൽ നന്മയിലേക്കാണ് പോകുന്നത്. മാത്രമല്ല, സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ശരീര സമ്പർക്കം എടുക്കുക, അവിടെ വ്യഭിചാരമാണ് അവൻ നിർവഹിക്കുന്നത് എങ്കിൽ 60% ഹാർട്ട് അറ്റാക്കിന് കാരണമാകും. എന്നാൽ ഭാര്യ ഭർത്തൃബന്ധത്തിലെ ശരീര സമ്പർക്കമാണ് നിർവഹിക്കുന്നത് എങ്കിൽ അളവ് പോലും അവനിൽ ഹാർട്ട് അറ്റാക്കിന്റെ അംശങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ അളവ് പോലും ഹാർട്ട് അറ്റാക്കിന് സാധ്യതയില്ല. മനം കുളിർക്കുകയും ഹൃദയം തണുക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ ശരീര സമ്പർക്കം. ഇതെങ്ങനെയാണ് അനാട്ടമിക്ക് വേർതിരിക്കാൻ കഴിയൂല. ശാസ്ത്രത്തിന് വേർതിരിക്കാൻ കഴിയില്ല. എന്റെ മനസ്സ് എവിടേക്കാണ് നന്മയിലേക്ക് ചായുന്നുവെങ്കിൽ അവിടേക്ക് കൊണ്ടുപോകാനാണ്, ആ കാര്യങ്ങളാണ് പടച്ചവൻ സംവിധാനിച്ചിട്ടുള്ളത്. അഥവാ നന്മയുടെയും തിന്മയുടെയും വഴികളെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി തന്നതിനു ശേഷം നന്മയുടെ വഴികളിലേക്ക് പോകാൻ ആവശ്യമായ സൗകര്യങ്ങളാണ് കൂടുതൽ ഈ ഭൂമിയിൽ പടച്ച തമ്പുരാൻ ക്രമീകരിച്ച് തന്നിട്ടുള്ളത്. ചിരിച്ചാൽ പ്രതിഫലമാണ്, നോക്കിയാൽ പ്രതിഫലമാണ്, നല്ലതു പറഞ്ഞാൽ പ്രതിഫലമാണ്. ഇനിയോ ഒരു നന്മ ചെയ്താൽ ആ നന്മയുടെ പ്രതിഫലങ്ങൾ ഇരട്ടിയായി നൽകുന്ന അവസ്ഥയുണ്ട്. തിന്മ ചെയ്താൽ അതിന്റെ ശിക്ഷ മാത്രമാണ് ലഭിക്കുന്നത്. മാത്രവുമല്ല, ഒരു തെറ്റു ചെയ്താലോ ആ തെറ്റിൽ നിന്ന് അവൻ പിന്മാറിയാൽ പശ്ചാത്താപത്തിന്റെ പ്രതിഫലമുണ്ട്. ആ തെറ്റ് നന്മയാക്കി പടച്ചവൻ പരിഗണിക്കുന്ന പ്രതിഫലമുണ്ട്. അവൻ പശ്ചാത്തപിച്ചു എന്നതിന്റെ പേരിൽ, പ്രാർത്ഥന നിർവഹിച്ചു എന്നതിന്റെ പേരിൽ പ്രാർത്ഥനയുടെ പ്രതിഫലവുമുണ്ട്. തിന്മ ചെയ്തു എന്നൊരു മനുഷ്യന് 4ഉം 5ഉം പ്രതിഫലം നൽകുകയാണ് പടച്ച തമ്പുരാൻ ചെയ്യുന്നത് അതിൽ നിന്ന് പിന്മാറുന്നതിലൂടെ. ഫമാ അസ്ബറഹും മിനന്നാർന്നോ അലന്നാർ, ഫമാ അസ്ബറഹും അലന്നാർ എന്ന് വിശുദ്ധ ഖുർആൻ ഒരു പ്രയോഗമുണ്ട്. മനുഷ്യന്മാര് നരകത്തേക്ക് പോകാൻ എന്തൊരു ത്യാഗം സഹിച്ച് ക്ഷമയോടുകൂടിയാ പോയത്. ഒന്നും 2 എന്ന് പറയാനാണോ, 1 0 എന്ന് പറയാനാണോ എളുപ്പം? ഒരു പരീക്ഷയ്ക്ക് MSc മാത്തമാറ്റിക്സിന് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി 1+1 = ബ്രാക്കറ്റിൽ 2 എന്നുണ്ട്, അതേപോലെ തന്നെ 0 എന്നുണ്ട്. അതിലേതെഴുതാനായി എളുപ്പം? ഒന്നുകൂടി മാറ്റി ചോദിക്കാം, ഒരു കുട്ടി പരീക്ഷയിൽ ജയിക്കാനാണോ തോൽക്കാനാണോ എളുപ്പം? ഏതാ എളുപ്പം? പ്രയാസം ഏതാണ്? ജയിക്കാനാണെന്ന് നമ്മൾ പറയും. അല്ല, ഒരു കുട്ടി പരീക്ഷയിൽ തോൽക്കാനാണ് കഷ്ടപ്പെടേണ്ടത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിന്റെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെടുത്തി ഈ ക്വസ്റ്റ്യൻ ഒരു ബന്ധവുമില്ല. പക്ഷേ വസ്തുതകൾ കൃത്യമായി അറിയുന്ന ഒരാൾ 1+1 എന്നെഴുതി 0 എന്നെഴുതണമെങ്കിൽ കഷ്ടപ്പെടണം അവൻ, മനസാക്ഷിക്ക് എതിരാകണം അവൻ, കണ്ണു ചിമ്മി അവൻ എഴുതാൻ കഴിയില്ല. അഥവാ തോൽക്കാനാണ് പ്രയാസം ജയിക്കുന്നതിനേക്കാൾ എന്ന്. ഫമാ അസ്ബറഹും അലന്നാർ, നിനക്ക് നരകത്തിലേക്ക് പോകുന്നതിനാണ് കൂടുതൽ അധ്വാനിക്കേണ്ടി വരുന്നത്. ക്ഷമ ആവശ്യമുള്ളത്, നന്മയുടെ വഴി അത്രമേൽ എളുപ്പമാണ് എന്ന്. അതാണ് തുല്യമായ അവസരം നൽകി, നന്മയ്ക്കു സഹായം നൽകി, ഇന്ന പര്യവസാനമാണെന്ന് വ്യക്തമാക്കി വഴി അവനവന് സ്വീകരിക്കാം എന്ന നിർദ്ദേശവും നൽകി. എന്നിട്ടും തെറ്റിയാൽ ആരാ ഉത്തരവാദി? ഇതാണ് വിശുദ്ധ ഖുർആൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അഥവാ സ്വയം ഒഴിവാകുന്നത് മാത്രമല്ലാതെ അവിടെ വിഷയം വരുന്നില്ല. 3ാമത്തെ ഭാഗം മശീഅത്ത് എന്ന് പറയുന്ന ഭാഗമാണ്. അഥവാ അൽ മശീഅ, സ്ഥായിയായ പടച്ചവന്റെ ഉദ്ദേശം. അൽ ഇൽമ, അൽ കിതാബ, അൽ മശീഅ.
ഇത് രണ്ടു തരമാണ്. ഒന്ന്, പ്രാപഞ്ചികമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്, അത് മാറ്റപ്പെടില്ല. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, അവിടെ നിന്ന് നമുക്ക് ഇടപെടാൻ കഴിയില്ല. ഭക്ഷണം കഴിക്കുന്നു, ശരീരത്തിന്റെ ഭാഗമാകുന്നു, അവിടെ നമുക്ക് ഇടപെടാൻ കഴിയില്ല. കണ്ണിന് കാഴ്ചയുണ്ടാകുന്നു, അവിടെയൊന്നും നമുക്ക് ഇടപെടാൻ കഴിയില്ല. നമുക്കിടപെടാൻ കഴിയാത്തൊരു വിഷയത്തിൽ വിചാരണയുമില്ല, നമ്മളെ നിർബന്ധിക്കുന്നുമില്ല. പക്ഷേ കണ്ണുകൊണ്ട് എന്ത് കാണണം, എന്ത് കണ്ടുകൂടാ എന്ന വിഷയത്തിൽ വിചാരണയുണ്ട്. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ പരലോകത്ത് വിചാരണയുണ്ടോ? ഹൃദയസ്തംഭനം വന്നതിന് പരലോകത്ത് വിചാരണയുണ്ടോ? കിഡ്നി തകരാറായതിന് പരലോകത്ത് വിചാരണയുണ്ടോ? നാം സ്വയം കേടുവരുത്തിയാലും നാം ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ എൻ്റെ ഹൃദയത്തെ അപായപ്പെടുത്തിയാലും, ബഹുമാന്യനായ TPM റാഫി അദ്ദേഹത്തിന്റെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ, ബയോളജിക്കൽ ക്ലോക്കിന് വിരുദ്ധമായ രീതിയിൽ കഠിനമായ എതിർപ്പ് ശരീരത്തിനോട് ചെയ്യുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളിലൂടെ വല്ലതും സംഭവിച്ചാൽ അതിന്റെ വിചാരണ അല്ലാഹു അഅലം ഉണ്ടായേക്കാം, ഉണ്ടാകാതെയും ഇരിക്കാം, അല്ലാഹു അഅലം. പക്ഷേ എനിക്കിടപെടാൻ കഴിയാത്തൊരു മേഖലയിൽ എന്നെ വിചാരണക്ക് വിധേയമാക്കുന്ന അവസ്ഥ ഒരു കാരണവശാലും സംഭവിക്കുന്നില്ല. അഥവാ പ്രാപഞ്ചികമായ, നമുക്കിടപെടാൻ കഴിയാത്ത, നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത വിഷയത്തിൽ അള്ളാഹുവിന്റെ ഉദ്ദേശത്തെ നമുക്ക് ഒരു തരത്തിലും നമ്മൾ പരിഗണിക്കേണ്ടതില്ല. സ്ഥായിയായതായിരിക്കും അത്. എന്നാൽ രണ്ടാമത്തെ മശീഅത്ത് എന്ന് പറയുന്നത് ശർഈയായത് എന്ന് പറയുന്നതാണ്. അവിടെ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. കത്തിക്ക് വെട്ടാനും ഉപയോഗിക്കാം, നല്ലതിനും ഉപയോഗിക്കാം എന്ന പോലെ വ്യക്തമായ വഴി കാണിച്ചു കൊടുത്ത് സന്മാർഗ വഴിയും ദുർമാർഗ വഴിയും സ്വീകരിക്കാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സൗകര്യം നൽകിയിട്ടുണ്ട്. നിയമം ഉണ്ടാക്കി, കൽപ്പന പുറപ്പെടുവിച്ച് അള്ളാഹുവിന്റെ ഉദ്ദേശം മാത്രം നടപ്പിലാക്കുക എന്നൊരു രീതിയുള്ള ഭാഗങ്ങളുണ്ട്. അത് കൗനിയായതാണ്. അള്ളാന്റെ ഉദ്ദേശം മാത്രമേ അവിടെ നടപ്പുള്ളൂ, നമുക്ക് അവിടെ ഇടപെടാൻ കഴിയില്ല. രണ്ടാമത്തത് നിയമം ഉണ്ടാക്കുന്നു, അത് വേദഗ്രന്ഥത്തിൽ അത് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നു, അത് കൽപ്പിക്കുന്നു, ദോഷങ്ങൾ വിവരിക്കുന്നു, എന്നിട്ട് മനുഷ്യന് അവസരം നൽകുന്നു. ആ ഉദ്ദേശപ്രകാരം അത് നടപ്പിലാകുന്നു, നന്മയിൽ അവനെ സഹായിക്കുന്നു. എന്നിട്ടും അവൻ പിന്തിരിഞ്ഞു നടക്കുന്നുവെങ്കിൽ അതൊരിക്കലും തന്നെ അള്ളാഹുവിലേക്ക് ചേർത്തുപയോഗിക്കാൻ പറ്റില്ല. ഇതാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ അലം തറ ഇലാ റബ്ബിക കൈഫ മദ്ദൽ. ഇത് പ്രാപഞ്ചികമായ നിയമവുമായി ബന്ധപ്പെടുത്തി ഖുർആൻ പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ മശിയത്ത് അഥവാ ഇറാദത്ത്, അത് പടച്ചവൻ ഉദ്ദേശിച്ചതുപോലെ പ്രപഞ്ചത്തിൽ അവൻ നടപ്പിലാക്കുന്നു. എന്നാൽ ഫമൻ ശാഅ ഫൽയുമിൻ ഫമൻ ശാഅ ഫൽയക്ഫുർ, അത് നമ്മളുമായി കണക്ട് ചെയ്യുന്ന വിഷയമാണ്. ഇഷ്ടമുള്ളവൻ അത് സ്വീകരിക്കാം, ഇഷ്ടമുള്ളവൻ അത് തള്ളിക്കളയുകയും ആകാം. സത്യനിഷേധിക്കും സത്യവിശ്വാസിക്കും ഒക്കെയുള്ള കാര്യങ്ങൾ അത് സ്വാതന്ത്ര്യം നൽകപ്പെട്ട മേഖലയാണ് ഉള്ളത്. അഥവാ അള്ളാഹുവിന്റെ ഉദ്ദേശം തിന്മയ്ക്കൊരിക്കലും സഹായകമാവുകയില്ല. ഒരു തെറ്റ് ചെയ്താൽ അള്ളാഹുവിന്റെ ഉദ്ദേശം തകർത്തു എന്നാണോ? അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. മനുഷ്യനുള്ള സ്വതന്ത്രമായ അവസ്ഥ അവനുണ്ട് എന്ന് മാത്രം. അതുവഴി അള്ളാഹുവിനല്ല നഷ്ടം സംഭവിക്കുന്നത്, മറിച്ച് ആ തെറ്റു ചെയ്ത വ്യക്തിക്കാണ് ആ വിഷയ സംബന്ധമായിട്ടുള്ള നഷ്ടം ഉണ്ടാകുന്നത്. ഇനി ഒരാൾ നന്നാകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പടച്ച തമ്പുരാൻ അങ്ങനെ നന്നാകണ്ട, ഞാൻ എഴുതി വെച്ചതും ഞാൻ രേഖപ്പെടുത്തിയതും അങ്ങനെയല്ല, അതുകൊണ്ട് തൽക്കാലം നന്നാകണ്ട എന്നൊരു തീരുമാനം അവിടെ ഉണ്ടാകില്ല. ഒരു മനുഷ്യന്റെ മനസ്സ് എവിടേക്ക് വരുന്നുവോ ആ വരുന്ന സമയത്ത് സ്വർഗാവകാശിയാകി മാറുന്ന അടിസ്ഥാനമായ മശിയത്തിലേക്കാണ് അത് പോകുന്നത്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നാം അതിനാവശ്യമായിട്ടുള്ള വഴികൾ, എന്ത് ത്യാഗം അവൻ സ്വീകരിക്കുന്നുവോ അതിനാവശ്യമായ വഴികൾ അവന് കാണിച്ചു കൊടുക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഫലമ്മാ സാഉ അസാ അല്ലാഹു ഖുലൂബഹും. തെറ്റിയാൽ അവൻ തെറ്റിയത് കൊണ്ടാണ് അവൻ തെറ്റിപ്പോയിട്ടുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അഥവാ ഖദ് ജാഅകും ബസായിറും മിർ റബ്ബിക്കും, പടച്ച തമ്പുരാനിൽ നിന്ന് ഉൾക്കാഴ്ചയുള്ള വിവരങ്ങൾ, വസ്തുതാപരമായ കാര്യങ്ങൾ നിനക്ക് വന്നെത്തി കിട്ടിയിട്ടുണ്ട്. ഫമൻ അബ്സറ, അതിനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കാഴ്ചയോടുകൂടി ഗ്രഹിക്കാൻ നീ തയ്യാറായാൽ ഫലിനഫ്സി, അത് അവന് തന്നെയാണ് അതിന്റെ ഗുണം ലഭിക്കുന്നത്. ഫമൻ അമിയ, ആരെങ്കിലും അതിനെ അന്ധമായി തട്ടിക്കളഞ്ഞാൽ, ഒഴിവാക്കിക്കളഞ്ഞാൽ തീർച്ചയായും അതും അവർക്ക് തന്നെയുള്ളതാണ്, അതിന്റെ ശിക്ഷയും അവർക്ക് തന്നെ ഉള്ളതാണ്. വമാ അന അലൈക്കും ബിഹഫീദ്, പടച്ചതമ്പുരാന് ആ വിഷയത്തിൽ എന്തില്ല, ഉത്തരവാദിത്തമില്ല. മനുഷ്യർക്കവിടെ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്ന്. പക്ഷേ മനുഷ്യൻ ഈ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് മാത്രം. ഒരു കടയിൽ കയറി ഏത് സോപ്പ് വേണമെന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമുള്ളൊരു സോപ്പ് അങ്ങ് തന്നേര് എന്ന് പറയുന്നില്ല. അവൻ പരിശോധിക്കുന്നു, ശ്രദ്ധിക്കുന്നു, നോക്കുന്നു, ആ അനുഭവസ്ഥരോട് ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടാ ഒരു കടയിൽ പോയിട്ട് മനുഷ്യന് ചെറുതാണെങ്കിലും ഒരു വസ്തു വാങ്ങാൻ തയ്യാറാകുന്നത്. പക്ഷേ മനുഷ്യന്റെ ജീവിതത്തിന്റെ
വൃത്തിക്കും യുക്തിക്കും ആവശ്യമായ, രക്ഷാശിക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് അവൻ പോകുമ്പോ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ, കണ്ണ്, കാഴ്ച, പഞ്ചേന്ദ്രിയങ്ങൾ, ഇതൊന്നും പരിഗണിക്കാതെ അള്ളാഹ് അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിവ് കഴിവ് തേടിയിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അള്ളാഹുവിന്റെ ഉദ്ദേശത്തെ മനസ്സിലാക്കുന്നതിന് വളരെ ലളിതമായ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. എന്താണത്? അവസാനിപ്പിക്കുകയാണ്. ഒരാൾ കിണറ്റിൽ വീണു. ഒരാൾ കിണറ്റിൽ വീണ സമയത്ത് ഒരാൾ കയറിട്ട് കൊടുത്തു. ആ കയറിട്ട് കൊടുത്ത ആളെ ഉദ്ദേശം എന്താ? ആ കയറിട്ട് കൊടുത്ത ആളെ ഉദ്ദേശം എന്താ? അയാൾ ആ കയറിൽ പിടിച്ചിട്ട് രക്ഷപ്പെടണം എന്നതാണ്. ആ കയറിൽ പിടിക്കാത്ത ഒരാൾ, പിടിച്ച് കയറാത്ത ഒരാൾ, അയാള് കയറിട്ട് കൊടുത്ത ആളെ ഉദ്ദേശം സഫലീകരിച്ചോ? നേടിയോ? ഇല്ല. അയാൾ ആ കിണറ്റിൽ അങ്ങ് മുങ്ങിപ്പോയി. അയാൾ അതിന്മേൽ പിടിച്ച് കയറിയില്ല. ആ പിടിച്ച് കയറിയില്ല, അങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോയി മരിച്ച ഒരു മനുഷ്യന് പറയാണ് ആ കയറിട്ടെന്നാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ അവൻ കയറുമായിരുന്നോ? ഇല്ല. അപ്പൊ കയറി ഇട്ടുകൊടുത്ത ആളുടെ ഉദ്ദേശം ആര് പൂർത്തിയാക്കിയിട്ടില്ല? കയറിൽ പിടിച്ചു കയറാത്ത ആള് പൂർത്തിയാക്കിയില്ല. കയറിൽ പിടിച്ചു കയറുന്ന ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഉദ്ദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇശാ, മശീഅ എന്ന് പറയുന്ന ഭാഗം, ആ മശീഅ എന്ന് പറയുന്ന ആ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ആ മശീഅത്ത് ഒരു മനുഷ്യനെ സന്മാർഗത്തിലേക്ക് കൊണ്ടുപോകലാണ് അടിസ്ഥാനപരമായി. ആ അടിസ്ഥാനപരമായ ലക്ഷ്യം ഒരാൾ നേടുമ്പോഴേ ഇറാദ എന്നത് ഒരാൾ പൂർത്തീകരിക്കുന്നുള്ളൂ. അത് തട്ടിത്തെറിപ്പിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് അപകടമാണ്. വല്ലദീന കഫറു ബിആയാതിനാ സുമ്മുൻ ബുക്കുമുൻ ഫിൽ ദുലുമാതി, വിശുദ്ധ ഖുർആൻ സൂറ അൻആമിലെ 39ാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുകയാണ്. വല്ലദീന കഫറു ബിആയാതിനാ, നമ്മളുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയിട്ടുള്ള ആൾ, അയാൾ സുമ്മുൻ ബുക്കുമുൻ ഫിൽ ദുലുമാത്, അയാൾ അന്ധനാണ്, ബധിരനാണ്, കാര്യങ്ങളെ ഗ്രഹിക്കാത്തവനാണ്, വസ്തുതകളെ കൃത്യമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാത്തവനാണ്. അജ്ഞതയുടെ, തെറ്റുകളുടെ, ദുലുമാത്തുകളുടെ പിന്നാലെയാണ് അയാൾ സഞ്ചരിക്കുന്നത്. ഉദ്ദേശിക്കുന്നവൻ വഴികേടിലാകുന്നു. അല്ലാഹു ഉദ്ദേശിക്കുന്നവനെ വഴികേടിലാക്കുന്നു. അല്ലാഹു ഉദ്ദേശിക്കുന്നവന് സന്മാർഗവും നൽകുന്നു. ഇത് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? കയറിട്ട് കൊടുത്ത ആൾക്ക് ഉദ്ദേശം രക്ഷപ്പെടുത്തലാണ്. അള്ളാഹുവിന്റെ ഉദ്ദേശം നരകത്ത് കൊണ്ടല്ല. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്നവനെ വഴികേടിലാക്കുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നവനെ സന്മാർഗത്തിലാക്കുന്നു എന്ന് പറയുമ്പോ അടിസ്ഥാനപരമായി പടച്ചവന്റെ ഉദ്ദേശം എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇനിയോ ആ ഉദ്ദേശത്തിന് എതിരായി മനുഷ്യന് ചെയ്യാൻ ആവശ്യമായ സ്വാതന്ത്ര്യത്തെ ഈ ഭൂമിയിൽ പടച്ചവൻ വകവെച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അടിസ്ഥാനപരമായ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് എതിരു ചെയ്യുകയാണ് തെറ്റായ വഴിയെ സ്വീകരിച്ചു പോകുന്ന ആൾ ചെയ്യുന്നത്. എതിർക്കുകയും അഹങ്കാരം കാണിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അവിടെ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിലേക്ക് ചേർത്ത് ആ വിഷയത്തെ പരിഗണിക്കുകയല്ല ചെയ്യേണ്ടത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഭാഷാപരമായി ആ ഉദ്ദേശത്തിലേക്ക് ചേർത്ത് പറയുമ്പോൾ ഒരു വസ്തുത കൂടി മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് വഖദ് അളല്ലു കതീറൻ. വിഗ്രഹങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് പറഞ്ഞു ആ വിഗ്രഹങ്ങളാണ് അവരെ വഴികേടിലാക്കിയത്. വിഗ്രഹങ്ങളാ? വഖദ് അളല്ലു കതീറ, ആ വിഗ്രഹങ്ങളാണ് വഴികേടിലാക്കിയത്. ഭാഷാപരമായി അറബിയിൽ കർത്താവിലേക്കല്ലാതെ ചേർത്ത് പറയാറുണ്ട്, കർമ്മങ്ങൾ ചെയ്ത വ്യക്തിയിലേക്കല്ലാതെയും ചേർത്തു പറയാറുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ആയത്താണിത്. വിഗ്രഹങ്ങളാണ് അവിടെ വഴികേടിലാക്കിയത്. ഏത് വിഗ്രഹമാണ്? ലാത്തയാണോ, മനാത്തയാണോ, ഹുബുലാണോ, ഹബിലാണോ, വദ്ദാണോ, സുവാഗാണോ, യഗൂസാണോ? ഏത് വിഗ്രഹ മനുഷ്യനെ വഴികേടിലാക്കിയത്? വിഗ്രഹത്തിന് നടക്കാൻ കഴിയുമോ? സഞ്ചരിക്കാൻ കഴിയുമോ? ചേതനയുണ്ടോ? ഒന്നുമില്ല. പിന്നെ എങ്ങനെയാ ഖുർആൻ ഇങ്ങനെ പറഞ്ഞ് വിഗ്രഹമാണ് നശിപ്പിച്ചത്, വിഗ്രഹമാണ് തെറ്റ് നൽകിയത് എന്ന് എങ്ങനെ പറയും? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഗ്രഹമല്ല, മറിച്ച് വിഗ്രഹം എന്ന മാധ്യമമാണ്. ആ വിഗ്രഹത്തോട് അവൻ സ്വീകരിച്ച സമീപനമാണ്, അവന്റെ ഉദ്ദേശമാണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ കദ്ദബ്ത വസ്തക്ബർത എന്നതാണ് അടിസ്ഥാനപരമായ വിഷയം. ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വീടിന്റെ മുകളിലേക്ക് തീ വരികയാണ്. തീപ്പൊരികൾ
തീപ്പൊരികൾ ഒരാൾ ഇങ്ങനെ വെതറിയിട്ടുണ്ട്. ആ തീപ്പൊരികൾ അയച്ച ആള് തടുക്കണം എന്ന് പറഞ്ഞാൽ വീടിന്റെ മുകളിലേക്ക് ഒരാള് തീപ്പെട്ടിക്കൊള്ളി വരുതിയിട്ട് വീടിന്റെ മുകളിലേക്കാണ് ഇട്ടു. അയാൾ പറയാണ്, വരുതിയാൻ നോക്കട്ടെ, വലിച്ചെറിഞ്ഞ നോക്കട്ടെ, ഇതിന്റെ പെരയാ, എന്റെ സ്വന്തം ആധാരത്തിലുള്ള പെരയാ എന്ന് പറഞ്ഞിങ്ങനെ നിന്നാൽ, ചെയ്തോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ, സൃഷ്ടിച്ചവൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പുരകത്തും. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താ അവൻ ചെയ്യുന്നത്? അത് തടുക്കുകയാണ്. എറിഞ്ഞത് പിന്നെ അതിന്റെ വരും വരായിക പിന്നെ വസ്തുതകൾ ബോധ്യപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപകടങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് യുക്തിബോധമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് തടുക്കാനുള്ള മാർഗമാണ് അവൻ സ്വീകരിക്കുന്നത്. എറിഞ്ഞവനെയല്ല യഥാർത്ഥത്തിൽ കത്തി നശിച്ചതിന്റെ ഉത്തരവാദിത്തമായി ആദ്യം പരിഗണിക്കുന്നത്. അത് തടുക്കുക എന്ന ബോധ്യമാണ് അയാൾ അവിടെ ചെയ്യേണ്ടത് എന്നതാണ് വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി ഖൽഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തിന്മയെ സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത്. ഇൽമ്, കിതാബത്ത്, മശീഅത്ത്, ഖൽഖ് എന്ന് പറയുമ്പോൾ തിന്മ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് തിന്മ സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് തിന്മയായി ഏതെങ്കിലും ഒരു കാര്യം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ ഉത്തരവാദി അവനല്ല എങ്കിൽ അതൊരു പരീക്ഷണമായി അവൻ മനസ്സിലാക്കണം. അങ്ങനെ ഒരു പരീക്ഷണം അവന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതിലൂടെ ദൈവവിശ്വാസിയായ ഒരു മനുഷ്യന് ഗുണമായിണ് ലഭിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. തിന്മ സൃഷ്ടിച്ച് വിതരണം ചെയ്യുകയല്ല പടച്ചതമ്പുരാൻ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്നാണ് സൂചിപ്പിച്ചത്. ഇതിന്റെ ചുരുക്കം, രണ്ടാളുകൾ ജനിക്കുന്നു. ആ ജനനം ശുദ്ധ പ്രകൃതിയിലാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ശുദ്ധ പ്രകൃതി, ഒരു കലർപ്പില്ല, ഒരു തെറ്റില്ല, ഒരു ന്യൂനതയില്ല, ഒരു അപകടമില്ല, ഒരു തരത്തിലുള്ള ദുർമാർഗവുമില്ല. എല്ലാം ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്നു. പ്രവാചകന്റെ ഹദീസിലും അങ്ങനെയാണ്. അവനെ ക്രിസ്ത്യാനിയാക്കുന്നത്, മജൂസിയാക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അവനെ മുസ്ലിമാക്കുന്നത് എന്ന പ്രയോഗം അവിടെ ഉപയോഗിച്ചിട്ടില്ല. അഥവാ കുല്ലു മൗലൂദ് യൂലദു അലൽ ഫിത്ര, അൽ ഫിത്ര അസ്സലീമ, ഏറ്റവും തെളിഞ്ഞ രീതിയിലാണ് ഈ ഭൂമിയിൽ ഓരോരുത്തരും ജനിക്കുന്നത്. ആ രണ്ടുപേരും ജനിക്കുന്ന സമയത്ത് അവർ സ്വർഗത്തിലേക്കുള്ള മാർഗത്തിലാണ് ഒരുമിച്ച് പോകുന്നത്, അല്ലേ? ഒരു പരിധിവരെ, കാര്യബോധമുണ്ടാകുന്നത് വരെ ഒക്കെ അവരൊരുമിച്ച് തന്നെയാണ് യാത്ര പോകുന്നത്. പിന്നീട് അവർക്ക് മുമ്പിൽ സത്യത്തിന്റെയും അസത്യത്തിന്റെയും വഴികൾ വരുന്നു. ആ സത്യത്തിന്റെയും അസത്യത്തിന്റെയും വഴികൾ വരുന്ന സമയത്ത് ഒരാൾ സത്യവഴിയിലേക്ക് പോകുന്നു. ഈ സത്യത്തിന്റെയും അസത്യത്തിന്റെയും വഴി ഈ രണ്ടു പേർക്കും ഒരേപോലെയാണോ കിട്ടിയത്? ആണ്, അല്ലേ? ആണ്, ഒരേപോലെയാണ് കിട്ടിയത്. ഒരേ പ്രവാചകനാണ് വിഷയം പറഞ്ഞു കൊടുത്തത്. ഒരേ വേദഗ്രന്ഥമാണ് അവരുടെ മുമ്പിലുള്ളത്. എല്ലാം കണ്ണ്, കാത്, കൽബ്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള എല്ലാ വഴികളും ഒരേപോലെയാണ്. അങ്ങനെ ഒരേപോലെയുള്ള മാർഗത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈക്വൽ പോസിബിലിറ്റി ഫോർ ഗുഡ് ഓർ ബാഡ്. ഉലൈകല്ലദീന, എന്നാൽ അതിൽ നന്മയും തിന്മയും വേർതിരിച്ചു മനസ്സിലാക്കി നന്മ തിന്മകൾ സ്വീകരിക്കാനുള്ള അവകാശം ഓരോരുത്തർക്കുമുണ്ട്, സ്വാതന്ത്ര്യം ഓരോരുത്തർക്കുമുണ്ട്. പക്ഷേ ചില ആളുകൾ ഇസ്തറവുല്ലലാലത ബിൽ ഹുദാ, സന്മാർഗത്തിന് പകരം അവർ ദുർമാർഗമാണ് തേടിയത്. വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം വയഹ്ദി മൻ യശാ ഇലാ സിറാത്തിൻ മുസ്തഖീം. ചില ആളുകളോ അവർ സന്മാർഗത്തിന്റെ പാതയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ വിശുദ്ധ ഖുർആൻ വ്യക്തമായി ഇവിടെ ഈ വിഷയമാണ് ബോധ്യപ്പെടുത്തി തരുന്നത്. വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം മിൻ അഹ്ലിൽ ഖുറ അഫലം യസീറു ഫിൽ അർളി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം വലദാറുൽ ആഖിറതി ഖൈറുൽ ലില്ലദീന തഖൂ അഫലാ തഅഖിലൂൻ. ഒരാൾക്ക് ഹിദായത്ത് അല്ലാത്തതിന് മുഴുവൻ കഴിവും അയാൾ സമർപ്പിക്കുന്നുണ്ട്. ഹിദായത്തല്ലാത്ത വഴി സ്വീകരിക്കാൻ വേണ്ടി ഒരാൾ എല്ലാ മാർഗവും സ്വീകരിക്കുന്നുണ്ട്. വിദേശ രാജ്യത്ത് ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി പഠിച്ച് കഷ്ടപ്പെട്ട് പണം ചെലവഴിച്ച് എല്ലാ വഴികളും അന്വേഷിച്ച് ഗവേഷണം നടത്തിയിട്ട് ആ ജോലി കരസ്ഥമാക്കാൻ വേണ്ടി അയാൾ പോകുന്നു. എന്നാൽ തന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ വിജയം നിശ്ചയിക്കേണ്ട വഴി തേടുന്നതിന് അവന്റെ മറ്റു മാർഗങ്ങളെ അവൻ ഉപയോഗപ്പെടുത്താൻ തയ്യാറാകുന്നുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. ആലോചിക്കാനും ചിന്തിക്കാനും കാണാനും കേൾക്കാനും ഉൾക്കൊള്ളാനും ഗവേഷണം നടത്തുവാനും അവൻ തയ്യാറാകുന്നത് അവന്റെ ഭൗതിക കാര്യങ്ങളിലാണ്. പക്ഷേ അവന്റെ ഭൗതികവും പാരത്രികവുമായ വിജയത്തിന്റെ അടിസ്ഥാനമായ അനശ്വര വിജയത്തിന്റെ മാർഗം നേടുന്നതിന് അവന് നൽകിയിട്ടുള്ള കഴിവ് അവൻ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് ആലോചിക്കേണ്ടത്. അപ്പോ അള്ളാഹു തീരുമാനിക്കാത്തത് അല്ല ഇവിടെ വിഷയം. ഇനി അള്ളാഹു തീരുമാനിക്കാത്ത മനുഷ്യർക്ക് ഇടപെടാനാവാത്ത കാര്യത്തിൽ ഒരു വിഷയവുമില്ല. പക്ഷേ മനുഷ്യർക്ക് ഇടപെടാൻ കഴിയുന്ന കാര്യത്തിൽ അള്ളാഹുവിന് ഒരു തടസ്സവും ഇല്ല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്
ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? അതുതന്നെയാണ് അള്ളാഹുവിൻ്റെയും ഉദ്ദേശം. അഥവാ അള്ളാഹുവിൻ്റെ ഉദ്ദേശം നിങ്ങൾ ദുർമാർഗത്തിലേക്ക് പോകണം എന്നല്ല, സന്മാർഗത്തിലേക്ക് വരണം എന്നു തന്നെയാണ്. ആ ഉദ്ദേശപ്രകാരമല്ല ഒരാൾ വഴികേടിൻ്റെ മാർഗം സ്വീകരിക്കുന്നത്. ഒരാള് സത്യവഴിയിൽ നിന്ന് തെറ്റി നടക്കുന്നു എന്നതാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നരകവഴിയിലേക്ക് പോകുന്നതിൻ്റെ കാരണം. എന്നാൽ സത്യവഴിയിലും ദുർമാർഗത്തിലും എല്ലാം അറിയുന്നവനായതുകൊണ്ട് പടച്ചവൻ അതറിയാം, എല്ലാ കാലത്തിനതീതനായതുകൊണ്ട് പടച്ചവൻ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഈ വിഷയത്തിൽ ഉള്ളൂ. കാലമില്ലാത്ത അള്ളാഹുവിന് ജനിക്കുന്നതിന് മുമ്പ് അതറിയുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളത് അന്യായം ബോധ്യപ്പെടുത്തുന്നതിന് കാരണമാകാൻ പാടില്ല. ഈ വിഷയത്തെ വസ്തുതാപരമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒറ്റ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വിധിവിശ്വാസത്തിലെ രണ്ടാമത്തെ ഭാഗമാണ് നന്മ അള്ളാഹുവിങ്കിൽ നിന്ന്, തിന്മ മനുഷ്യനിൽ നിന്ന് എന്നത്. വിശുദ്ധ ഖുർആനിൽ ഈ ഭാഗം സൂറത്തുൻ നിസായിലെ 79-ാമത്തെ വചനത്തിൽ ഈ കാര്യം കൃത്യമായി പറയുന്നു. മാ അസ്വാബക മിൻ ഹസന മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ്. നിന്നെ ബാധിക്കുന്ന ഏതു നന്മയുണ്ടോ, ഹസനത്തുണ്ടോ, ഫമിനല്ലാഹ്, അത് അല്ലാഹുവിങ്കിൽ നിന്നാണ്. വമാ അസ്വാബ മിൻ സയ്യിഅ, തെറ്റായ കാര്യം എവിടെയാണോ സംഭവിക്കുന്നത്, ഫമിൻ നഫ്സിക് ഫമിൻ നഫ്സിക്, നിന്നിൽ നിന്നാണ് അത് സംഭവിക്കുന്നത്. വഅർസൽനാക ലിന്നാസി റസൂലൻ വകഫാ ബില്ലാഹി ഷഹീദ. പടച്ചതമ്പുരാനെ നാം അല്ലാഹു പറയുന്നു, നിന്നെ നാം ജനങ്ങൾക്ക് ദൂതനായിട്ടാണ് നൽകിയിട്ടുള്ളത് എന്ന്. അഥവാ നന്മ നൽകുന്നത് പടച്ചവനിൽ നിന്നാണ്, തിന്മ നൽകുന്നത് പൂർണ്ണമായും മനുഷ്യനിലൂടെയാണ് എന്നത്. മനുഷ്യന് കണ്ണുണ്ടാക്കിയത് തിമിരം ബാധിക്കാനാണോ? തലച്ചോറുണ്ടാക്കിയത് ട്യൂമർ വരാനാണോ? ജനനേന്ദ്രിയങ്ങൾ ഉണ്ടാക്കിയത് എയ്ഡ്സ് ബാധിക്കാനാണോ? കൈകാലുകൾ ഉണ്ടാക്കിയത് പൊട്ടിത്തകരാനാണോ? അല്ല, അതൊക്കെ കൃത്യതയോടുകൂടി പടച്ചവൻ ഉണ്ടാക്കിയതാ. പിന്നെ എങ്ങനെയാണ് അത് മാറിയത്? അത് അള്ളാഹ് നൽകിയതാണോ? അള്ളാഹു പരമാധികാരിയാണ് എന്നതും പരമമായ അറിവുണ്ട് എന്നതും കാര്യങ്ങൾ കാലത്തിനപ്പുറത്തേക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതുകൊണ്ടും അള്ളാഹുവിന്റെ അറിവിലൂടെയോ മറ്റോ അതിൽ കാണാൻ കഴിയില്ല, നാം മനസ്സിലാക്കാൻ കഴിയില്ല എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഇത് രേഖപ്പെടുത്തണം നമ്മൾ. പടച്ചവനിൽ നിന്ന് നന്മ മാത്രമേ സംഭവിക്കുകയുള്ളൂ, തിന്മ സംഭവിക്കുകയില്ല എന്ന് ബോധ്യപ്പെടണം. ഒരു സെക്കൻഡെങ്കിലും നമ്മൾ ആലോചിക്കണം, അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നൊരു തിന്മ ഒന്ന് പറഞ്ഞേ. അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നൊരു തിന്മ പറയാൻ കൊണ്ടുവരുമ്പോ അതല്ല അവന് പറയാൻ കഴിയില്ല. കാരണം അവൻ ആ തിന്മയുടെ വഴികളിലേക്ക് പോകുന്ന സമയത്ത് അവന്റെ ഒരു കർമ്മം അവിടെ കിടക്കുന്നുണ്ട്, അവന്റെ ഒരു പങ്ക് അവിടെ കിടക്കുന്നുണ്ട്. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ബോധ്യപ്പെടുത്തിയത്. നീയാണ് തിന്മയുടെ കാരണം എന്നത് നീയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് എനിക്ക് മാർഗം നൽകിയത്, അള്ളാഹുവാണ് എന്നെ ജീവിപ്പിച്ചത്, അള്ളാഹുവാണ് എന്നെ മരിപ്പിക്കുന്നത്, യുഹ്യീ വയുമീത് യർസുഖുനി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വഇദാ മരിളതു, ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫീൻ, അവനാണ് ശിഫ നൽകുന്നവൻ. ഈ ഭൂമിയിലുള്ള സകലമാന മനുഷ്യരെയും രോഗിയാക്കി മാറ്റുന്നതിന് വേണ്ടിയാണോ പടച്ചവൻ ഇങ്ങോട്ട് വിട്ടത്? അല്ല. പക്ഷേ ഞാൻ രോഗിയാകാം, എന്റെ കാരണം കൊണ്ടാകാം, എന്റെ മാതാപിതാക്കളിൽ നിന്ന് വരുന്നതാകാം, മറ്റുള്ളവരിലൂടെ വരുന്നതാകാം. പക്ഷേ എന്നെ രോഗിയാക്കുക എന്നത് പടച്ചവന്റെ തീരുമാനമല്ല. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ മെഡിക്കൽ ഹബ് എന്ന് പറയുന്നത് പെരിന്തൽമണ്ണയാണ്. ഒത്തിരി ഹോസ്പിറ്റലുകൾ അവിടെയുണ്ട്. ആ ഹോസ്പിറ്റൽ, വിവിധങ്ങളായ ഹോസ്പിറ്റലുകളിൽ വരാന്തകളിൽ, ചുവന്ന കസേരകളിൽ, ഓപ്പറേഷൻ തിയേറ്ററുകൾക്ക് മുമ്പിൽ കണ്ണുനീർ വാർത്തുകൊണ്ട് കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാരെ നമുക്ക് കാണാൻ കഴിയും. പൊട്ടിയും പൊടിഞ്ഞും ചടിഞ്ഞുമൊക്കെയായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയാതെ ഒരുപാട് മനുഷ്യന്മാർ അവിടെ കട്ടിലുകളിൽ വിശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ
നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉപരിലോകത്തുള്ള പടച്ച തമ്പുരാൻ പെരിന്തൽമണ്ണയുടെ കോഴിക്കോടിന്റെ വിവിധങ്ങളായ ഹോസ്പിറ്റലുകൾക്ക് മുകളിൽ നിൽക്കുന്ന ആകാശത്തുള്ള പടച്ച തമ്പുരാൻ പറയുകയാണോ എന്നോട് കളിച്ചാൽ ഇങ്ങനെയുണ്ടാകും, നിങ്ങളൊക്കെ ഒന്ന് അനുഭവിക്ക്, സഹിക്ക് എന്ന് പറയുന്ന സാഡിസ്റ്റായി പടച്ച തമ്പുരാനെ മനസ്സിലാക്കണോ? അർഹമുർ-റാഹിമീൻ, പരമകാരുണികനാണ് പടച്ചതമ്പുരാൻ, അർഹമുർ-റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവനാണ് പടച്ചതമ്പുരാൻ. ആ കാരുണ്യബോധമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനോട് അനീതിയുടെയോ അക്രമത്തിന്റെയോ മാർഗം സ്വീകരിക്കുകയല്ല പടച്ചവന്റെ രീതി. വല്ലാഹു റഊഫും ബിൽ ഇബാദ്. ഞാനാണ് അത്യുന്നതങ്ങളിലെ ദൈവമെന്ന് പറഞ്ഞ ഫിറഔനിനോട് പോലും സന്മാർഗത്തിന്റെ വഴി കാണിച്ചു കൊടുത്ത് നന്മയുടെ പാതയിലേക്ക് കയറി വരാൻ ആവശ്യമായ സൗകര്യങ്ങൾ മൂസാ പ്രവാചകനിലൂടെ തൗറാത്തിലൂടെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക മാത്രമല്ല, ആ വ്യക്തിയെ മാന്യമായി നീ വിളിക്കണം, ഗുണകാംക്ഷയോടെ വിളിക്കണം. അവന് എന്നെ എതിർത്തവനാണ്, കണക്കിന് കൊടുത്തേക്ക് എന്നല്ല, മാന്യതയും മര്യാദയും കൈവിടാതെ അവനെ സന്മാർഗത്തിന്റെ പാതയിലേക്ക് ക്ഷണിക്കണമെന്നതാണ് വിശുദ്ധ ഖുർആൻ മൂസാ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ വിധി വിശ്വാസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആ വിധി വിശ്വാസത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് പടച്ച തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് തിന്മകൾ നൽകി നമ്മളെ പരീക്ഷിക്കുന്നുവെങ്കിൽ, ആ പരീക്ഷണത്തിൽ കരഞ്ഞ് കലങ്ങി മുന്നോട്ട് പോകുന്നുവെങ്കിൽ, ശരീരത്തിനകത്തുള്ള വിവിധ അവയവങ്ങൾ അസുഖബാധിതനായി മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത വിധത്തിൽ കഷ്ടനഷ്ടങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നുണ്ട് എങ്കിൽ, എന്നെ ബുദ്ധിമുട്ടിച്ച് പ്രയാസപ്പെടുത്തി കഷ്ടപ്പെടുത്തിയിട്ട് ആകാശത്തുള്ള പടച്ച തമ്പുരാൻ ചിരിക്കുകയാണ്, സന്തോഷിക്കുകയാണ് എന്ന് പടച്ചവനെ കുറിച്ച് സാഡിസ്റ്റ് എന്ന് പറയല്ലേ എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ മനസ്സുകളിൽ നിന്ന് അങ്ങനെയൊരു വികാരം പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ അസുഖബാധിതനായി ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടർ പറഞ്ഞു, നിന്റെ കയ്യിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് മുട്ടിന്റെ താഴെയത് മുറിച്ചു കളയണം. അയാൾ മനസ്സോടെയാണെങ്കിലും അത് ചെയ്തു. ഓപ്പറേഷന് വിധേയമായി. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹത്തെ വാർഡിലേക്ക് കൊണ്ടുവന്നു. ആളുകളൊക്കെ വന്ന് സന്ദർശിച്ചു. 2ാമത്തെ ദിവസം തന്റെ അയൽവാസിയായ ഒരു സുഹൃത്ത് വന്നിട്ട് അദ്ദേഹത്തോട് കുശലാന്വേഷണങ്ങൾ നടത്തുമ്പോൾ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നല്ല രീതിയിലാണ് സർജറി, സക്സസ്ഫുൾ ആണ്, പഴുപ്പൊന്നുമില്ല, നല്ലതാണ്, ഒരു 2-3 ദിവസം കൊണ്ട് എന്ത് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്ത് പോകാം എന്ന് ഡോക്ടർ പറഞ്ഞു. ആ ഡോക്ടർ തിരിച്ചു പോയപ്പോൾ അയൽവാസിയായ സുഹൃത്ത് ഇദ്ദേഹത്തിന്റെ കട്ടിലിന് അടുത്തിരുന്നിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ തടവിയിട്ട് പറയാൻ തുടങ്ങുന്ന സമയത്ത് അയാൾ പറഞ്ഞു, ഭയങ്കര ഡോക്ടറാ, അയാളെ കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യമാണ്. മാസങ്ങൾ കഴിഞ്ഞിട്ടൊക്കെയാണ് ചിലപ്പോൾ അപ്പോയിൻമെന്റ് കിട്ടല്. മറ്റൊരു വഴിയിലൂടെ എനിക്ക് കിട്ടിയത് എൻ്റെ ഭാഗ്യം. കൈ മുറിച്ചത് കൊണ്ട് അത് സ്പ്രെഡ് ചെയ്യാതെ രക്ഷപ്പെട്ടു പോയി. ഇനി ഒരു പ്രശ്നമൊന്നുമില്ല എന്നാണ് മൂപ്പര് പറഞ്ഞത്. അൽഹംദുലില്ലാ 2 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആകും എന്ന് പറഞ്ഞു. ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ തടവിയിട്ട് ചോദിച്ചു, അല്ല, വലത്തെ കയ്യാ മുറിച്ചത്? ആ മനുഷ്യൻ എന്താ മറുപടി പറഞ്ഞത്? അതെ, വലത്തെ കൈയാണ് മുറിച്ചത്. എന്താപ്പ ചെയ്യാ? ബാക്കി നിങ്ങൾ പറയേ. എന്താപ്പ ചെയ്യാ? അള്ളാന്റെ വിധിയല്ലേ എന്ന് ആലോചിക്കണം സഹോദരങ്ങളെ. പടച്ചവൻ കൊടുത്ത അറിവിൽ നിന്ന്, അതിസൂക്ഷ്മമായ ഒരു അറിവിന്റെ കണത്തിൽ നിന്ന്, ഒരു ചെറിയ പാരാവാരം പോലെ വിസ്തൃതമായി കിടക്കുന്ന സപ്തസാഗരങ്ങൾ കണക്കെയുള്ള വിജ്ഞാനത്തിൽ നിന്ന് ഒരു ചെറിയ സൂചി മുനയിൽ കൊത്തിയെടുത്തിട്ടുള്ളത് മാത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ അറിവുകൾ എന്നതുപോലെ ആ അറിവിൽ നിന്ന് അതിസൂക്ഷ്മമായ അറിവും പരിജ്ഞാനവും നേടിയിട്ടുള്ള ഒരു ആ ഡോക്ടർ കൈമുറിച്ച് കളഞ്ഞപ്പോഴും ആ മനുഷ്യന്റെ മനസ്സിന് ഒരസ്വസ്ഥതയും തോന്നിയില്ല. പടച്ചവനിലേക്ക് ചേർത്ത് ആ വിഷയമൊന്ന് പറഞ്ഞപ്പോഴേക്ക് അവന്റെ മനസ്സ് പടച്ചവന്റെ തീരുമാനത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. ഇങ്ങനെയാണോ വിധിവിശ്വാസം പഠിക്കേണ്ടത്?
അല്ല അല്ല. മാ അസാബ മിൻ മുസീബത്തിൻ, മാ അസാബ മിൻ മുസീബത്തിൻ, നിങ്ങളെ എന്ത് മുസീബത്ത് ബാധിക്കുന്നുണ്ടോ അത് നിങ്ങളുടെ ഖൈറിന് വേണ്ടിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലേ? നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ ഖൈറാൻ. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾ വിഷമിക്കാതെ, ഗുണം വന്നാൽ ഖൈറ് വന്നാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ്, പ്രയാസം വന്നാൽ സബ്ർ കാണിച്ചാൽ നിങ്ങൾക്കത് ഗുണമാണ്. ഹത്ത ശൗക, നിന്റെ കാലിൽ ഒരു മുള്ള് തറച്ചാൽ അതുപോലും പരലോകത്ത് നിനക്ക് നന്മയാക്കി മാറ്റാം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ, അള്ളാഹുവിൻ്റെ വിധിയിൽ പഴിചാരികയല്ല വേണ്ടത്, മറിച്ച് പടച്ചവൻ എൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കലാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മാ അസാബ മിൻ മുസീബ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷമം അവനെ ബാധിക്കുന്നുണ്ട് എങ്കിൽ അവന് മാ സാലൽ അബ്ദു യുബാലി ഹത്താ യൽഖല്ലാഹ് ബിഖൽബിൻ സലീം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തുമേൽ പ്രയാസങ്ങളും കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും യാതനകളും വേദനകളും കരച്ചിലുകളും ഒക്കെയായി അവൻ കടന്നു വന്നാലും ശരി, അവന്റെ ജീവിതത്തിൽ അത് തുടരെ ഒന്നിന് പിറകെ ഒരു ചീട്ടുകൊട്ടാരം കണക്കെ മറിഞ്ഞു പോകുന്ന തരത്തിൽ അവന് പ്രതിസന്ധികൾ വന്നാലും ശരി, ആ പ്രതിസന്ധികളിൽ അവൻ സംതൃപ്തിയോടെ ക്ഷമ സ്വീകരിച്ചാൽ, സഹിച്ചുകൊണ്ട് ക്ഷമിക്കലല്ല, സംതൃപ്തിയോടെ ക്ഷമ സ്വീകരിച്ചാൽ ഹത്താ യൽഖല്ലാഹ് ബിഖൽബിൻ സലീം, നാളെ പരലോകത്ത് തെളിഞ്ഞ ഹൃദയമായി, തെറ്റില്ലാത്ത ഹൃദയമായി പടച്ചവൻ അവന് കണ്ടുമുട്ടാൻ കഴിയും. പടച്ചവന്റെ തീരുമാനം നന്മ മാത്രമായിരിക്കുമെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ആ ഒരു സമീപനം അവന് സ്വീകരിച്ചത്. പരീക്ഷണങ്ങളുടെ മഹാചൂളയിൽ പമ്പരം കറക്കുന്നത് പോലെ കറക്കിയെടുത്തു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ. പക്ഷേ ഈമാനിന്റെ കരുത്തുകൊണ്ട്, വിധിവിശ്വാസത്തിന്റെ തെളിച്ചം കൊണ്ട്, പടച്ചവന്റെ തീരുമാനത്തിലുള്ള സുഭദ്രമായ മനസ്സിന്റെ ഉടമസ്ഥത കൊണ്ട് എല്ലാം ജയിച്ചു കയറി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്തു പരീക്ഷണങ്ങൾ കടന്നു വന്നപ്പോഴും അതെല്ലാം ജയിച്ചു കയറി. അങ്ങനെ ജയിച്ചു കയറിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തന്നിലേക്ക് ചേർത്ത് വെച്ചിട്ട് അള്ളാഹു പ്രഖ്യാപിച്ചു, സബാഷ് ഇബ്രാഹിം, സബാഷ്, നീ എൻ്റെ കൂട്ടുകാരനാണ്. അതാണ് വിധിവിശ്വാസം നമുക്ക് നൽകുന്ന ഉൾക്കരുത്ത്, അകക്കരുത്ത്, നിർഭയത്വം, ജീവിതത്തെ നേരിടാനുള്ള കാച്ചിരിമ്പ് പോലെയുള്ള ഈമാനിന്റെ ശക്തി എന്ന് പറയുന്നത്. അതെ, ഒരു വിധിവിശ്വാസം സ്വീകരിക്കുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്നത് നിർഭയത്വത്തിന്റെ കലവറയില്ലാത്ത അനുഗ്രഹമാണ്. ആ കലവറയില്ലാത്ത അനുഗ്രഹങ്ങളിലൂടെ ദുനിയാവിൽ പടച്ചവന്റെ തീരുമാനത്തിൽ സംതൃപ്തി സ്വീകരിച്ചുകൊണ്ട് കളിച്ചും ചിരിച്ചും രസിച്ചും സന്തോഷിച്ചും അനുവദനീയമായ മാർഗങ്ങളിലൂടെ മുന്നോട്ടു പോകാനുള്ള ഏറ്റവും നല്ല വെളിച്ചമാണ് വിധിവിശ്വാസം നമുക്ക് പകരുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യമായ കാര്യങ്ങളെ ജീവിതത്തിൽ പാലിക്കാനും പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.